Hi, praise the Lord. Hallelujah. ക്രിസ്തു പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ വന്ദനം. നമ്മൾ പഠിച്ചു വരുന്ന നമ്മുടെ പഠനത്തിൻ്റെ സമാപന ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. നമ്മൾ തിരുവെഴുത്തുകളിൽ നിന്ന് എന്താണ് നരകം എന്ന വിഷയത്തെ നമ്മൾ പഠിക്കുകയായിരുന്നു. ആൻഡ് ഹിസ്റ്റോറിക്കൽ ആൻഡ് പ്രൊഫറ്റിക്കൽ ട്രഡീഷൻസാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ കൊണ്ടുവന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അഗ്നി നരകം എന്ന വിഷയം പഠന വിധേയമാക്കി. അഗ്നി നരകം എന്ന വിഷയത്തെ നമ്മൾ വിശുദ്ധ തിരുവെഴുത്തിൻ്റെ വെളിച്ചത്തിൽ അനലൈസ് ചെയ്യുകയുണ്ടായി. കാരണം ഹെൽ എന്ന വിഷയത്തെ നമ്മൾ ബൈബിളിൻ്റെ ബേസിൽ പഠിക്കാനുള്ള കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം തുടങ്ങിയത്, വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം എങ്ങനെയാണ് പുനഃസ്ഥാപിച്ചത് എന്ന ആ ചിത്രത്തിലാണ് നാം ഇത് പഠിക്കുന്നത്. അപ്പം അഗ്നി നരകം എന്താണെന്ന് നമ്മൾ, അല്ലെങ്കിൽ തീപ്പൊയ്ക എന്താണെന്ന് നമ്മൾ പഠിച്ചു. തീപ്പൊയ്ക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണത്. യെരുശലേമിൻ്റെ വിനാശത്തോടുള്ള ബന്ധത്തിൽ ദൈവം ഇതിനെ പടുത്തുയർത്തിയിരിക്കുക, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി. ഗഹന എന്താണെന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ ഇന്ന് ഒരു വാക്യത്തിന് ആധാരമായിട്ടാണ് നമ്മുടെ പഠനം മുമ്പോട്ട് പോകാനായിട്ട് പോകുന്നത്. വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ അത് പുത്തൻ യെരുശലേമിനെ കുറിച്ചുള്ള പഠനമാണ്. പുത്തൻ യെരുശലേമിൽ വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ 22-ാം വാക്യം, സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരമാകുന്നു. കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരമാകുന്നു. ഏതാ? പുത്തൻ യെരുശലേമിൻ്റെ നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. പുത്തൻ യെരുശലേമിൻ്റെ വിവരണമാണേ. ദൈവതേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു. അടുത്തത്, ജാതികൾ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കും. നേഷൻസ് എന്നാണ്. ജാതികൾ എന്ന് പറയുമ്പോൾ നേഷൻസ്, രാജ്യങ്ങളും രാജാക്കന്മാരും. ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിൻ്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല. രാത്രി അവിടെ ഇല്ലല്ലോ. പകൽക്കാലത്ത് ആ ഗോപുരത്തിൻ്റെ വാതിലുകൾ അടയ്ക്കുകയില്ല. അടുത്തത്, രാത്രി അവിടെ ഇല്ലല്ലോ. അപ്പോൾ രാത്രിയും പകലും, രാത്രിയില്ല, പകൽ മാത്രമേ ഉള്ളൂ. കുഞ്ഞാട് അതിൻ്റെ വെളിച്ചമായിട്ട് ഇരിക്കുന്നു. സൂര്യൻ്റെ ആവശ്യമില്ല, ചന്ദ്രൻ്റെ ആവശ്യം. ഇതെല്ലാം ഒരു അപ്പോക്കാലിപ്റ്റിക്കൽ ലാംഗ്വേജ് ആണ്. പ്രാവചനികമായ ഭാഷകളാണ്. അപ്പം കുഞ്ഞാടാണ് അതിൻ്റെ വിളക്ക്. പകൽ അതിൻ്റെ വാതിലുകൾ അടയ്ക്കുകയില്ല. വലിയ ശുഭമായ മനോഹരമായ ഒരു സദ്വർത്തമാനം വെളിപ്പാട് പുസ്തകത്തിൻ്റെ സമാപന ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം ഇത് നാം തിരുവെഴുത്തുകളെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ, ദൈവവചന വായനയും നമ്മുടെ വിശ്വാസത്തിൻ്റെ കൺക്ലൂഷൻ, നമ്മൾ ഈ ഭാഗങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ നിലവിലുള്ള നമ്മുടെ ചിന്തകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കൺക്ലൂഷൻ, ഒരു യാഥാർത്ഥ്യത്തെ നമുക്ക് മനസ്സിലാക്കിക്കാൻ ഈ വാക്യങ്ങൾ ഉതകും. അപ്പോൾ പുത്തൻ യെരുശലേമിൻ്റെ വാതിലുകൾ അടച്ചിട്ടിരിക്കുന്നു. അതിൻ്റെ വാതിലുകൾ വാതിലുകൾ അടയുന്നില്ല, അത് തുറന്നിട്ടിരിക്കുന്നു.
പുത്തൻ യെരൂശലേമിൻ്റെ വാതിലുകൾ അടയ്ക്കുകയില്ല, രാവും പകലും അത് തുറന്നിട്ടിരിക്കുകയാണ്. 27-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ അവിടെ നിന്നാണ് യാത്ര തുടരേണ്ടത്. വാതിലടക്കിയില്ല, രാത്രി അവിടെയില്ല, ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ, ഇത് എൻ്റെ വായനക്കാർ ശ്രദ്ധിക്കേണ്ട വാക്യം, കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കുകയില്ല. ശ്രദ്ധിക്കണേ, കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവനും ആരും അതിൽ കടക്കുകയില്ല. പക്ഷേ നമ്മൾ ഇതിൻ്റെ മുകളിലത്തെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കയിൽ തള്ളിയിടും എന്നെഴുതിയിട്ടുണ്ട്. അപ്പം മനുഷ്യജാതി മുഴുവൻ, പാപം ചെയ്തവരെല്ലാവരും, സകല മനുഷ്യരും ജീവന്റെ പുസ്തകത്തിൽ, കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത സകല മനുഷ്യരും, അവരെല്ലാവരും തന്നെ തീപ്പൊയ്കയിലേക്ക് തള്ളിയിട്ടു എന്ന് 21-ാം അധ്യായത്തിൽ വായിക്കുന്നു. സകല പാപികളെയും പിടിച്ച് തീപ്പൊയ്കയെ തള്ളിയിട്ടു. പിന്നെ പറയുകയാണ്, പുത്തൻ യെരൂശലേം വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ആ തുറന്നിട്ടിരിക്കുന്ന വാതിൽ പിന്നെ ആർക്കു വേണ്ടിയാണ് തുറന്നിട്ടിരിക്കുന്നത്? അപ്പം സകലതും സമാപിച്ചു. മനുഷ്യജാതി മുഴുവൻ നിത്യനരകത്തിലേക്ക് പോയി. നമ്മുടെ ട്രഡീഷണൽ ചിന്താഗതി അങ്ങനല്ല. എല്ലാവരും നരകത്തിൽ പോയി, വിശുദ്ധന്മാരെല്ലാം സ്വർഗത്തിൽ നിത്യതയിൽ പോയി, ബാക്കി എല്ലാ ആളുകളും നിത്യനരകത്തിലേക്ക് പോയി. എല്ലാവരും നിത്യനരകത്തിലേക്ക് പോയി, അല്ലെങ്കിൽ പാപം ചെയ്തവരെല്ലാം നിത്യനരകത്തിലേക്ക് പോയി. പാപം ചെയ്യാത്ത വിശുദ്ധന്മാരെല്ലാം കർത്താവിൻ്റെ കൂടെയായി. പിന്നെ എന്തിന് പുത്തൻ യെരൂശലേമിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു? ചിന്തിക്കാനുള്ള വാക്കാണ്. ഇപ്പം നിത്യതയായി, ഇപ്പം പുത്തൻ യെരൂശലേം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? പുതിയ യെരൂശലേം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പരമ്പരാഗതമായ ചിന്താഗതികളെ ചോദ്യം ചെയ്യുന്ന ഒരു വാക്യശകലമാണ് ഞാൻ വായിക്കുന്നത്, നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുത്തൻ യെരൂശലേം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. യേശു വരും, 7 വർഷം ഇവിടെ മഹോപദ്രവം ഉണ്ടാകും. അതിനുശേഷം രണ്ടാമത് വീണ്ടും യേശുക്രിസ്തു തന്നെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു 1000 വർഷം ഇവിടെ, 1000 ഒന്നിനല്ല 10 നൂറ്റാണ്ടുകൾ ഭൂമിയെ ഭരിക്കും. ഭരിച്ചു കഴിയുമ്പോൾ വീണ്ടും സാത്താനെ അഴിച്ചുവിടും. സാത്താൻ പോയി ഗോഗ് മഗോഗ് ദേശത്തുള്ളവരെയൊക്കെ യുദ്ധത്തിന് കൂട്ടും. വീണ്ടും പ്രിയ നഗരത്തെ വളയും. ഏതാ? യെരൂശലേമിനെ. 1000 വർഷം കഴിഞ്ഞാൽ യെരൂശലേമിന് സ്വസ്ഥതയില്ല, കേട്ടോണം. വീണ്ടും യെരൂശലേമിലേക്ക് വരും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, 1000 വർഷം യേശുക്രിസ്തു ഭരിച്ചിട്ടും ഗോഗും മഗോഗും റഷ്യയും തുർക്കിയും കസാക്കിസ്ഥാനും എല്ലാം കൂടെ വീണ്ടും യെരൂശലേമിനെ വളയാനായിട്ട് വരുമെന്ന്. നമ്മൾ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല ഇവിടെ ചെയ്യേണ്ടത്. ഇത് കാര്യഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, യേശു വന്നു 1000 ആണ്ട് വാഴ്ച നടത്തി. എന്നിട്ട് അടുത്ത് പറയുന്നത് അറിയാമോ? സഹസ്രാബ്ദി യുഗം. സഹസ്രാബ്ദി യുഗം കഴിഞ്ഞാൽ പിന്നെ അങ്ങ് നിത്യയുഗം ആരംഭിക്കുക. സഹസ്രാബ്ദി യുഗം കഴിഞ്ഞാൽ നിത്യയുഗമാണല്ലോ. അപ്പോൾ ആ 1000 ആണ്ട് കഴിഞ്ഞ ഉടനെ പിന്നെ സാത്താനെ വീണ്ടും അഴിച്ചുവിടുന്നു. വിടുമ്പോൾ സാത്താൻ വീണ്ടും പഴയ പാമ്പ്, ആ സാത്താൻ 1000 വർഷത്തിന് മുമ്പുള്ള സാത്താനാണ് കേട്ടോ. ആ പ്രവാചകനും ഒക്കെ ഉണ്ട്. അവരെല്ലാവരും കൂടെ 1000 ആണ്ടിന് ശേഷം വീണ്ടും യെരൂശലേമിന് വളരുന്നു. അപ്പോൾ കുഞ്ഞാടിൻ്റെ വായിൽ നിന്ന് തീ പുറപ്പെട്ടവരെ നശിപ്പിച്ചു കളയുന്നു. ഇങ്ങനെയുള്ള കഥകൾ പോവുക. ഞാനിത് ചിന്തിക്കാൻ കഴിവുള്ള തലച്ചോറുള്ളവരോടാണ് സംസാരിക്കുന്നത്. മതത്തോട് എനിക്ക് സംസാരമില്ല. എൻ്റെ സംസാരം, എൻ്റെ ചിന്ത, ഞാൻ
പ്രബുദ്ധ സമൂഹത്തോട് സംസാരിക്കുകയാണ്. അപ്പം ഇവിടെ നിങ്ങൾ ഇനിയും മനസ്സിലാക്കേണ്ടത് 1000 ആണ്ട് വാഴ്ച നടത്തി ഇപ്പം സാത്താനെ പിടിച്ച് ആദ്യം ചങ്ങലക്കിട്ടു, പിന്നെ അഴിച്ചു വിട്ടു, പിന്നെ അദ്ദേഹത്തെ തീപ്പുകയിലേക്ക് തള്ളിയിട്ടു. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാവരും കേൾക്കണം, ഇതിപ്പം ഇവിടുത്തെ ഫ്യൂച്ചറിസ്റ്റിക് സമൂഹം ഇതിന് ആൻസർ പറയാൻ ഉത്തരവാദികളാണ്. ഇത് ഇവരതിന് ഉത്തരവാദികളാണ്. അതായത് ഭാവി സംഭവങ്ങൾ വിശദീകരിക്കുന്നവർ ഈ ചോദ്യങ്ങൾക്ക് മറുപടി തരണം. അതിൽ ചോദ്യം 1, 1000 വർഷം കഴിഞ്ഞാലും ഇവിടെ യുദ്ധവും യുദ്ധത്തിൻ്റെ ഭൂമി നന്നായിട്ടില്ല. കർത്താവ് 1000 വർഷം, 5 വർഷം കോൺഗ്രസും 5 വർഷം കമ്മ്യൂണിസ്റ്റും ഭരിക്കുന്ന കേരളം, BJP ഭരിക്കുന്ന ഇന്ത്യ, 5 വർഷം കൊണ്ട് അവർ ഭൂലോകത്തെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കർത്താവ് 1000 വർഷം, 1, 2, 1000 വർഷം സഭ ഒക്കെ നിന്നുകൊണ്ട് ഭൂമിയെ ഭരിക്കുക. എന്നിട്ടും ഭൂമി നന്നായിട്ടില്ല എന്നൊരു ചിത്രമാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഭാവി ശാസ്ത്രജ്ഞന്മാരുടെ വെളിപ്പാടിൽ പറയുന്നത്. അപ്പം നമ്മളിവിടെ കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസ്സുകാരെയും കുറ്റം പറയരുത്. കർത്താവായ യേശു 1000 വർഷം ഭരണം നടത്തിയിട്ടും അങ്ങനെ തന്നെയല്ലേ എഴുതിയേക്കുന്നത്. 20-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കി. ഞാനിത് എൻ്റെ ചിന്താഗതിയല്ല, കോമൺ ആയിട്ടുള്ള ഇവിടുത്തെ മതങ്ങളില്ല പഠിപ്പീരുകളാണ്. ഇത് ധൈര്യം ഉണ്ടെങ്കിൽ, ചന്തയുടെ ഉണ്ടെങ്കിൽ അതിന് മറുപടി തരട്ടെ, അത്രേ ഉള്ളൂ. 1000 വർഷം ഇവര് 1000 ആണ്ട് കഴിഞ്ഞിട്ട് സാത്താനെ അഴിച്ചു വിടുന്നു. 20-ാം അധ്യായത്തിൽ ഭൂമിയുടെ 4 ദിക്കിലുള്ള ജാതികളിൽ സംഖ്യ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെട്ടു. ഇതൊക്കെ വലിയ വാക്കുകളാണ്. ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശം തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. കള്ളപ്രവാചകനും മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്ക് രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. ഇവിടുത്തെ പ്രശ്നം, ഒന്നാമത്തെ എൻ്റെ പ്രശ്നം, 1000 വർഷത്തിന് ശേഷവും ഗോഗുണ്ട്, റഷ്യ അവിടെ യുദ്ധത്തിനുണ്ട്. അപ്പം കർത്താവ് ഭരിച്ചാലും നന്നാകാത്ത രാജ്യം എന്നൊരു ചിത്രം കിടക്കുക. ഇവർ 1000 ആണ്ട് വാഴ്ചയൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. മിശിയാമ്പുരാൻ ഭരിച്ചാലും ഭൂമി ഗതി പിടിക്കത്തില്ല. 1000 വർഷം, 1, 2 പൊക്കോട്ടെ, 10 അല്ല 100 വർഷമായാലും കൂടെ 1000 വർഷം ഭരിക്കുമ്പോൾ ഭൂമി എങ്ങനെ ഇരിക്കണം? ഭൂമി എങ്ങനെ ഇരിക്കണം? ജോൺ ജെയിംസിൻ്റെ റിപ്ലൈ തരണം. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ടും ഭൂമിയിൽ പിന്നെയും യുദ്ധവും പിന്നെയും അക്രമവും ഉണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഭരണം ഒരു പരാജയമല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് ജോൺ ജെയിംസ് മറുപടി തരാമെന്ന് പറഞ്ഞു. ആ മറുപടി ഇതിനകത്ത് നിന്ന് ഇട്ടാൽ കൊള്ളാം. ഓക്കെ, നോക്കട്ടെ മറുപടി എങ്ങനെയുണ്ടോ. രണ്ടാമത്തത്, തീപ്പൊയ്ക്ക് തള്ളിയിടുമെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ടാണല്ലോ പുതിയ ആകാശവും പുതിയ ഭൂമി. പുതിയ ആകാശവും 21-ാം അധ്യായത്തിൽ, പിന്നെ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറഞ്ഞാൽ പഴയതൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ ഡിസപ്ഷൻസ് മനസ്സിലാക്കണം. ഇവിടുത്തെ കബളിപ്പീരും വഞ്ചനയും നമ്മൾ തിരിച്ചറിയണം. ഇവിടുത്തെ ആളുകളുടെ വചനം അവർ പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അശ്രദ്ധ, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്വമില്ലാത്ത വിശദീകരണങ്ങൾ. പുതിയ ആകാശം പുതിയ ഭൂമിയും കണ്ടു, പഴയ ആകാശം, ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല, പുതിയ യെറൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ട് മണവാട്ടി പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധി ഇറങ്ങുന്നത് ഞാൻ കണ്ടു. എപ്പോഴാണെന്നറിയുമോ? ഇതിന് ഈ വെള്ളസിംഹാസന ന്യായവിധി എല്ലാം കഴിഞ്ഞു സകല മനുഷ്യരെയും, മരിച്ചവരാപാലവൃദ്ധം എന്നാണ് 12, മരിച്ചവരാപാലവൃദ്ധം സിംഹാസനത്തിന് മുറുക്കുന്ന. അതിനർത്ഥം ആദം മുതൽ അവസാനത്താള് വരെ നിന്നു. അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. അപ്പൊ വെള്ളസിംഹാസന ന്യായവിധി കഴിഞ്ഞാൽ പിന്നെ ഒരു ന്യായവിധി ഇല്ല. ഇതാണ് അവസാനത്തെ ന്യായവിധി എന്നാണല്ലോ. ഈ മെസ്സേജുകൾ ഇത് പഠിപ്പിക്കുന്ന ആളുകളുടെ കയ്യിലെത്തിക്കണം. ഞാനിത് വളരെ സ്നേഹത്തോടെ ചോദിക്കുക. വെള്ളസിംഹാസന ന്യായവിധിയാണല്ലോ അവസാനത്തെ ന്യായവിധി. അവസാനത്തെ ന്യായവിധി അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ന്യായവിധിയില്ല, ഫൈനൽ.
അത് മരിച്ചവർ ആബാലവൃദ്ധമാണ്. ഭൂമിയിൽ പിറന്ന മൊത്തം ആളുകളെയും പിടിച്ചു നിർത്തി ന്യായം വിധിക്കും എന്ന് നമ്മൾ പറയുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കും. അപ്പം ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തികൾക്ക് തക്കതായ ന്യായവിധി ഉണ്ടായി. ന്യായവിധി വളരെ സ്ട്രോങ് ആയിട്ട് ഇവർക്കുണ്ടായി. മരണത്തെയും പാതാളത്തെയും ഒക്കെ തീപ്പൊയ്കയിലേക്ക് തള്ളിയിട്ടു. അത് നമ്മൾ ഇച്ചിരി കഴിയുമ്പോൾ ഞാനത് പിന്നെ വിശദീകരിച്ചിടാം. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഇനി ഒരു കൊച്ചു ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഇവിടെ 1000 ആണ്ട് അല്ല വെള്ളസിംഹാസന ന്യായവിധിയിൽ പറയുന്നു ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത മുഴുവൻ ആളുകളെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. എല്ലാവരും തള്ളിയിട്ടല്ലോ, ഇട്ടു. എന്നിട്ട് 21 നോക്കിക്കേ. 21 പുത്തൻ യെരൂശലേമിനെ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പഴയതൊക്കെ പോയി, മൊത്തം തീർന്നു. പുതിയ ആകാശം, പുതിയ ഭൂമി, പുത്തൻ യെരൂശലേം. ഈ പുത്തൻ യെരൂശലേം വരുമ്പോഴും ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കുകയില്ല. അപ്പൊ പുത്തൻ യെരൂശലേം വന്നിട്ടും പിന്നെയും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവരുണ്ടെന്നല്ലേ. 2, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത സകല ആളുകളെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടല്ലോ, പിന്നെയും ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ആളുകൾ ഇവിടെ കിടക്കുന്ന എവിടാ? എത്ര ബാലിശമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അന്ത്യകാല ശാസ്ത്രജ്ഞന്മാർ പ്രസംഗിച്ച് ഫലിപ്പിച്ച് നമ്മുടെ നടുവിൽ കൊണ്ടുവരുന്നത് നിങ്ങൾ ആലോചിക്കണം. ഇത് ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഉള്ള ടോക്കാണ്. വെള്ളസിംഹാസന ന്യായവിധി ഒരു ഇവിടുത്തെ പാസ്റ്റേഴ്സിനോട് ചോദിക്കും, വെള്ളസിംഹാസന ന്യായവിധി ഏതാ? അവസാനത്തെ ന്യായവിധിയാണ്. മരിച്ചവരാപാല വൃത്തമെത്തും. അത് കഴിഞ്ഞ പിന്നെ ഒരു ന്യായവിധി ഇല്ല. അത് കഴിഞ്ഞ പിന്നെ പുത്തൻ ആകാശവും പുതിയ ഭൂമി, നിത്യയുഗം യേശുവിന്റെ കൂടെ. പക്ഷെ അങ്ങനെ അല്ലല്ലോ ബൈബിൾ എഴുതിയേക്കുന്നേ. പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, പുത്തൻ യെരൂശലേം ഇറങ്ങി വരുന്നു. താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്, ദുഃഖവുമില്ല, മുറവിളിയില്ല, പിന്നെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. 6-ാം വാക്യത്തിൽ പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. പുത്തൻ യെരൂശലേമിൽ വന്നിട്ടാ കേട്ടോ, ശ്രദ്ധിക്കണേ. പുത്തൻ യെരൂശലേമിന്റെ കാര്യം പറയുമ്പോഴാണ് ഇത് പറയുന്നത്. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു, ആദിയും അന്തമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജീവനീരുറവയെ സൗജന്യമായിട്ട് കൊടുക്കും. 21-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിക്കണം. 20-11 മുതലുള്ള വാക്യങ്ങളിൽ അതായത് വെള്ളസിംഹാസന ന്യായവിധി കഴിഞ്ഞു. വലിയ സിംഹാസനം തീർന്നു. മനുഷ്യരാശിയുടെ മുഴുവൻ ജഡ്ജ്മെന്റ് കഴിഞ്ഞു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എല്ലാവരെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. എല്ലാവരെയും തീപ്പൊയ്കയിൽ കൊണ്ടിട്ടു. എന്നിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും പറയുക. പുതിയ ആകാശവും പുതിയ ഭൂമിയെങ്കിലും പറയുമ്പോഴും പിന്നെ പുതിയ ആകാശത്തിന്റെയും പുതിയ ഭൂമിയുടെയും കാര്യമല്ലേ പറയണ്ടേ? പിന്നെയും അവിടെ വരുന്ന എന്തുവാ? പുത്തൻ ആകാശം പുത്തൻ ഭൂമി, ദാഹിക്കുന്ന. പിന്നെ അവിടെ പുതിയ ആകാശം പുതിയ ഭൂമിയിൽ പിന്നെ ദാഹിക്കുന്ന ആളുകളുണ്ടോ? നിങ്ങൾ ചിന്തിക്കുക. പിന്നെ ദാഹിക്കാൻ ആളുണ്ടോ അവിടെ? ശരി, 7-ാം വാക്യത്തിൽ ജയിക്കുന്നവന് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകർ, ദുർനടപ്പുകാർ, ദുഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുള്ള ഓഹരി തീയും ഗന്ധവും പൊയ്കയിൽ എത്ര. അത് 2-ാമത്തെ മരണം. പിന്നെ ഒരു മരണം. ഭോഷ്ക് പറയുന്ന ഏവർക്കും. അത് കത്തുന്ന തീ കത്തുന്ന ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയാണ്. അത് 2-ാമത്തെ മരണം. ശരി, അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് സ്വർഗത്തിൽ നിന്ന് എന്ത് ചെയ്യുക? ഇവിടെ ശ്രദ്ധിക്കണം, ഇതെല്ലാം പുത്തനാകാശവും പുതിയ ഭൂമിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ മണവാട്ടി സഭ ഇറങ്ങി വരുന്നു. അന്ത്യകാല ദൂതൻ ഈ അവസാനത്തെ ബാധയായ അന്ത്യബാധ 7 നിറഞ്ഞ
7 കലശം ഉണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് അവൻ എന്നെ ആത്മവിശുദ്ധിയിൽ ഉയർന്നൂറ് മലയിൽ കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൻ ദൈവസനം തന്നെ ദൈവതേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. ഇത് ഇടയ്ക്ക് വെച്ച് കയറി മിക്സ് ചെയ്ത് എഴുതുകയല്ല, കാര്യങ്ങളെ ഗൗരവമായിട്ട് എഴുതുകയാണ്. അപ്പം അടുത്ത് കഴിഞ്ഞിട്ടുള്ളത് ഈ താഴോട്ടുള്ള ഭാഗങ്ങളെല്ലാം പുത്തൻ യെരൂശലേമിന്റെ വർണ്ണനയാണ്, അതിന്റെ അളവും അതിന്റെ അടിസ്ഥാനവും ഒക്കെയാണ്. എന്നിട്ട് പുത്തൻ യെരൂശലേം, ഇത് വളരെ ശ്രദ്ധിക്കണം, പുത്തൻ യെരൂശലേം, സ്വച്ഛ സ്ഫടിക തങ്ക തുല്യമായ തെരുവീതിയുള്ള പുത്തൻ യെരൂശലേം, ആ യെരൂശലേമിനെ കൊണ്ടുവന്നിട്ട് ഒടുവിൽ പറയാം, ജീവപുസ്തകത്തിൽ പേരെഴുതി ഇരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കുകയില്ല. അപ്പൊ പുത്തൻ യെരൂശലേമിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു, ആരും കടക്കില്ല. ആര് കടക്കത്തില്ല? ജീവപുസ്തകത്തിൽ പേരില്ലാത്ത ഒരു ദുഷ്ടനും പുത്തൻ യെരൂശലേമിൽ കടക്കുകയില്ല എന്ന് ബൈബിൾ എഴുതുമ്പോ പുത്തൻ യെരൂശലേമിന്റെ തുറന്ന വാതിലിന് പുറത്ത് ഭോഷ്ക് പറയുന്നവരും ദുഷ്ടത പ്രവർത്തിക്കുന്നവരും അശുദ്ധിയിൽ ജീവിക്കുന്നവരും മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരും ഉണ്ടെന്നല്ലേ സാരം. അപ്പോൾ വെള്ളസിംഹാസന ന്യായവിധിയിൽ എല്ലാവരെയും കൊണ്ട് കത്തിച്ചോ? നമ്മൾ സത്യത്തിൽ എന്താണ് വിശ്വസിക്കേണ്ടത്? നമ്മൾ എന്താണ് വിശ്വസിക്കേണ്ടത്? ഈ ആളുകള് ഇത് പഠിപ്പിച്ചങ്ങ് പോവുക, നമ്മളെ എക്സ്പ്രസിന്റെ സ്പീഡിൽ അങ്ങ് പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പുത്തൻ യെരൂശലേം വെളിപ്പെട്ട് കഴിയുമ്പോഴും അതിന്റെ വെളിയില് അനേക ദുഷ്ടന്മാര് നിൽക്കുകയാണ്, അനേകം മ്ലേച്ഛത പ്രവർത്തിക്കുന്നവർ നിൽക്കുകയാണ്. അപ്പൊ പുതിയ യെരൂശലേമിന്റെ വാതിലിന്റെ പുറത്ത് ആയിരമായി ദുഷ്ടന്മാർ, പാപികൾ, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ആളുകൾ ഈ വാതിലിന്റെ പുറത്ത് നിൽക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത് 21-ാം അധ്യായത്തിൽ. അപ്പൊ 22-ാം അധ്യായത്തിൽ എന്തുവാ? വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളങ്ക് പോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. 22-ലേക്ക് അവസാനത്തെ ചാപ്റ്ററാണ്. ലാസ്റ്റ് ചാപ്റ്റർ വരുമ്പോൾ അവിടെ ഒരു നദി പുറപ്പെടുന്നതായി കാണുന്നു. കുഞ്ഞാടിന്റെ സിംഹാസനത്തിന്റെ നടുവിൽ നിന്നൊരു നദി പുറപ്പെടുന്നു. ആ നദി പോകുമ്പോഴൊക്കെ 12 വിധമായ ഫലങ്ങൾ കായ്ക്കുന്നു, മാസം തോറും അതത് തരം ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. അപ്പൊ ഇവിടെ എന്താണ്? ജാതികളുണ്ട് അവിടെ, രോഗശാന്തി ആവശ്യമുള്ളവർ എന്ന് പറഞ്ഞാൽ ഹീലിംഗ് വേണ്ടവർ അവിടെയുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ ഇതെവിടെയാണ്? ഇതെവിടെയാണ്? പഴയ ആകാശവും പഴയ ഭൂമിയും എല്ലാം പോയി, സമുദ്രവും പോയി, എല്ലാം പുത്തനായിട്ട് പിന്നെന്തിനാണ് ഇവിടെ ജാതികൾക്ക് വേണ്ടിയുള്ള ഒരു രോഗശാന്തി ഉതകാൻ, രോഗശാന്തി കൊടുക്കാൻ ഒരു നദി പുറപ്പെടുന്നത്? അവിടെ പറയുന്നുണ്ട് യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. അപ്പൊ യെരൂശലേമിൽ, പുതിയ യെരൂശലേമിനെ കുറിച്ചാണ് പറയുന്നത്. പുതിയ യെരൂശലേമിൽ ഇനിയൊരു ശാപം ഉണ്ടാകത്തില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകില്ല. ദൈവമായ കർത്താവ് അവരുടെ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ ആവശ്യമോ സൂര്യന്റെ ആവശ്യമോ അവർക്കില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. പിന്നെ അവൻ എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യം സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ട തന്റെ ദാസന്മാർക്ക് അയച്ചു കൊടുപ്പാൻ തന്റെ ദൂതനെ അയച്ചു. താഴോട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ 1-2 പ്രധാന കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് 12-ാം വാക്യം, ഞാൻ വേഗത്തിൽ വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ വസ്ത്രങ്ങൾ കളങ്കപ്പെട്ടവര് ഈ പുത്തൻ ആകാശം പുതിയ ഭൂമിയിൽ ഉണ്ടെന്നല്ലേ?
ഇത് പിന്നെ എവിടുത്തെ ഇത് ലാസ്റ്റ് കൊണ്ട് നിർത്തുകയല്ലേ നമ്മുടെ ബൈബിളിൽ. അപ്പൊ നരകമല്ലല്ലോ വിശുദ്ധ ബൈബിളിന്റെ ഒടുവിലത്തെ ചിത്രം. സ്വർഗ നരകങ്ങളെ പ്രസംഗിക്കുന്നവർ, വിശുദ്ധന്മാർ സ്വർഗത്തിലും അശുദ്ധന്മാർ നരകത്തിലും എന്ന് പഠിപ്പിക്കുന്ന ആളുകൾ ഈ തിരുവെഴുത്തുകൾക്ക് ആൻസർ എങ്ങനെ കണ്ടെത്തും? വിശുദ്ധ ബൈബിളിന്റെ ഒടുവിൽ പറയുകയാണ് പുത്തനെറുശലേം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരാൻ പോകുന്ന വലിയൊരു വലിയൊരു ക്യൂബ് പോലെയുള്ള ഒരു വലിയ പട്ടണം, 15,000 സ്ക്വയർ മൈലുള്ള വലിയൊരു പട്ടണം മുകളിൽ നിന്ന് ഇറങ്ങി വരാൻ പോവാന്നല്ലേ. ആ പട്ടണത്തിൽ നിന്ന് നദി പുറപ്പെടുന്നു. എങ്ങോട്ട്? ജീവജല നദി പുറപ്പെടുന്നു. അതിൽ ജീവവൃക്ഷമുണ്ട്, അതിനകത്ത് 12 വിധത്തിലെ ഫലം കായ്ക്കുന്നുണ്ട്. അതിന്റെ ഇലകൾ ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നുണ്ട്. അപ്പം പുത്തനെറുശലേം വന്നിട്ടും പുതിയ ആകാശം പുതിയ ഭൂമി വന്നിട്ടും ഭാവിക്കൊരു കുറവുമില്ല. എന്നിട്ട് പറയുകയാണ് എന്താ? ജീവവൃക്ഷത്തിന്റെ അധികാരം ഉണ്ടാകുന്ന നഗരം. അപ്പം ജീവവൃക്ഷത്തിന്റെ ഇപ്പം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചവർക്ക് വേണ്ടിയുള്ള പുത്തനെറുശലേമിനകത്ത് അതെല്ലാം രക്ഷിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വിശുദ്ധന്മാരല്ലേ? അങ്ങനെയാണോ എഴുതിയേക്കുന്നത്? ആണല്ലോ വിശ്വാസം. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടെ, ഏതാ ഗോപുരം? 12 ഗോപുരം ഉണ്ടെന്നുണ്ട്. 12 ഗോപുരങ്ങൾ കൂടെ നഗരത്തിൽ കടക്കേണ്ടതിനും. ഗോപുരം എന്ന വാക്കിന്റെ അർത്ഥം വലിയ ആർച്ച് എന്നാണ് കേട്ടോ, അല്ലാതെ വലിയൊരു ആകാശം മുട്ട നിൽക്കുന്ന ടവർ എന്നുള്ള അർത്ഥത്തിലല്ല. 12 വാതിലുകൾ. അപ്പൊ ജീവവൃക്ഷത്തിന്റെ പങ്കാളികളാകാൻ വേണ്ടി ഈ വാതിലുകളിലൂടെ കടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇവിടുത്തെ പ്രശ്നം, പുറത്ത് കിടക്കുന്ന ഇവര് വസ്ത്രം അലക്കിയിട്ട് ജീവവൃക്ഷം ജീവന്റെ ഫലം പ്രാപിക്കാൻ ഈ ഗോപുരങ്ങളുടെ അകത്തൂടെ കടക്കുന്നു. അവർ ഭാഗ്യവാന്മാരെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? പുത്തനെറുശലേം വന്ന് ഇറങ്ങി നിൽക്കുമ്പോഴും പുറത്ത് മാലിന്യമുള്ളവർ ഉണ്ടെന്ന് തന്നെയാണ്. അടുത്തത് നോക്കിയേ. നായ്ക്കളും ശുദ്രക്കാരും തുറന്നടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുന്നവരും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഏവനും പുറത്ത് തന്നെ. എവിടെ? ഈ നഗരത്തിന് പുറത്ത് തന്നെ, ഈ പട്ടണത്തിന്റെ പുറത്താണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് തൊട്ടു മുമ്പുള്ള വാക്യം എന്ന് പറഞ്ഞേക്കുന്നേ, അറയ്ക്കപ്പെട്ടവർ, അവിശ്വാസികൾ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ശുദ്രക്കാർ, ബിംബാരാധികൾ, ഭോഷ്ക് പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി എവിടെയാണ്? തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അങ്ങനെയാ പറഞ്ഞേക്കുന്നത്. ഇവരെല്ലാം എവിടെയാ? പൊയ്കയിലിട്ടു. അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ നമ്മൾ 20 കാണുന്നത് ഇവരെല്ലാം പിടിച്ച് പൊയ്കയിൽ ഇടുന്നുണ്ട്. ആബോലവൃത്തം ജനത്തെ തീപ്പൊയ്യിലേക്ക് തള്ളിയിടുവെന്ന. തള്ളിയിട്ടു, മൊത്തം തീർന്നു, സമാപിച്ചു. എന്നിട്ട് പറയുകയാണ് ഇവന്മാരെല്ലാം ഇപ്പൊ എവിടെ കിടപ്പുണ്ട്? നഗരത്തിന് പുറത്തുണ്ട്. അപ്പൊ തീപ്പൊയ്യിലിട്ട് കത്തിച്ചവരും ആബോലവൃത്തം ജനങ്ങളും വെള്ളസിംഹാസനായ വിധിയിലൂടെ പോയവരും എല്ലാം എഴുതി വെച്ചിട്ട് ഒടുവിൽ പറയുകയാണ് ഇവരെല്ലാം ഇപ്പോഴും എവിടാ? ശുദ്രക്കാർ, ബിംബാരാധികൾ, അല്ലെങ്കിൽ നായ്ക്കൾ, ദുർനടപ്പുകാർ, കൊലപാതകന്മാർ, ബിംബാരാധികൾ, ഭോഷ്കിൽ പ്രിയപ്പെടുന്ന ഏവരും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും ഏതിന് പുറത്ത് തന്നെ? ഈ പുതിയ യെരൂശലേമിന് പുറത്ത് തന്നെ. അത് കഴിഞ്ഞിട്ടുള്ള വാക്യം നിങ്ങൾ കാണണം. 17-ാം വാക്യത്തിൽ വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. ഇവിടെ വരിക എന്ന വാക്കിനെ ആളുകൾ വ്യാഖ്യാനിക്കുന്നത് കർത്താവേ നീ വരണമേ എന്നുള്ള അർത്ഥത്തിൽ അല്ല. അതിന് തൊട്ട് താഴെയുള്ള വാക്യം മനസ്സിലാകും. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ആരോടാ? യേശുവിനോടല്ല. ദാഹിക്കുന്നവൻ വരട്ടെ. ആര് വരിക എന്നാ പറയുന്നേ? അപ്പം ഇവിടെ ആളുകൾ കഴിഞ്ഞ ദിവസം എന്നോട് ഒരിക്കലും പറഞ്ഞു, സഭയും ആത്മാവും ഒരുമിച്ച് യേശുക്രിസ്തുവിനെ നോക്കി വരിക എന്ന് പറഞ്ഞാലേ യേശുക്രിസ്തു വരികയുള്ളൂ.
വെളിപ്പാടിൽ ഈ വാക്യം, മണവാട്ടിയും ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. അടുത്ത വാക്യം വായിക്കാത്തോണ്ട പ്രശ്നമാണ്. അടുത്ത വാക്യം പറയുന്നത് ദാഹിക്കുന്നവൻ വരട്ടെ. ഈ ദാഹിക്കുന്നവൻ ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവോ? അപ്പം സംഭവം എന്താണെന്നറിയാമോ? ഇവിടുത്തെ പ്രധാന വിഷയം ഇത് യേശു ക്രിസ്തു വരട്ടെ എന്ന് ആത്മാവും മണവാട്ടി സഭയും പറയുകയല്ല. പിന്നെ ആര് വരട്ടെ എന്നാ? ദാഹിക്കുന്നവർ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ എന്ന്. ഇപ്പൊ കർത്താവായ യേശുവെ നീ വരണമേ എന്ന് പറയുന്ന വാക്കല്ലിത്. ദാഹിക്കുന്നവൻ വരട്ടെ എന്ന, വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും പറയട്ടെ എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ആത്മാവ് പറയുന്നു വരിക, മണവാട്ടി പറയുന്നു വരിക. അപ്പം മണവാട്ടിയുടെയും ആത്മാവിന്റെയും ശബ്ദം കേൾക്കുന്ന ആളുകളുണ്ട്, അവരും കൂടെ പറയുകയാണ് വരിക എന്ന് പറയട്ടെ. എന്നിട്ട് ആര് വരട്ടെ എന്നാ? കർത്താവ് കുതിരപ്പുറത്ത് വരട്ടെ എന്നല്ല, ദാഹിക്കുന്നവൻ വരട്ടെ. അപ്പൊ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിത്യനരകവും നിത്യസ്വർഗവും നിത്യതയും ഒക്കെ പഠിപ്പിക്കുന്ന ആളുകൾ ഈ വിഷയങ്ങൾ നിങ്ങൾ ഒന്നുകിൽ ഇത് ഉഴപ്പിക്കളഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രജുഡീസ്, നിങ്ങളുടെ ധാരണകൾ, നിങ്ങളുടെ മുൻവിധികൾ ഈ കാര്യങ്ങളിലേക്ക് നിങ്ങളെ തെറ്റിച്ചു, അല്ലെങ്കിൽ ഇതിലേക്ക് പോകാൻ അനുവദിച്ചില്ല. ഇവിടുത്തെ പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക. പുത്തനെറുശലേം ഇറങ്ങി നിൽക്കുന്നു, അതിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. അവിടാണ് പ്രധാന വിഷയം. വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. സന്തോഷ വാർത്ത, അത് പകലും അടയ്ക്കത്തില്ല, രാത്രിയിലും അടയ്ക്കത്തില്ല. അപ്പൊ പകലും രാത്രിയിലും അടയ്ക്കാത്ത ഒരു സിറ്റി, അതിനെ വിശുദ്ധ ബൈബിൾ വിളിക്കുന്നു മണവാട്ടി. പുത്തനെറുശലേമിന്റെ മറ്റൊരു പേരാണ് മണവാട്ടി. അങ്ങനെ തന്നെ ബൈബിൾ എഴുതിയിരിക്കുന്നത്. കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു 29:19. അവൻ എന്നെ ആത്മവിശ്വത്തിൽ ഉയർന്ന ഒരു വന്മലയിൽ കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ ദൈവസന്നിധി തന്നെ ദൈവദേശമുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു. അപ്പം മണവാട്ടിയെ കാണിച്ചു തരാൻ ആവശ്യപ്പെട്ട ദൂതൻ ഒരു വന്മലയിൽ കൊണ്ടുപോയി കാട്ടിക്കൊടുത്തത് എന്താണ്? സ്വർഗീയ പുതിയ യെരൂശലേം, വിശുദ്ധ നഗരം, ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങുന്ന. അപ്പം പുതിയ യെരൂശലേം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വചനം വെച്ച് നിങ്ങൾക്ക് എന്താ മനസ്സിലായോ? പുതിയ യെരൂശലേം എന്ന് പറഞ്ഞാൽ മണവാട്ടിയാണ്, ക്രിസ്തുവിന്റെ സഭയെയാണ് ഈ പുതിയ യെരൂശലേം എന്ന് എന്തുകൊണ്ടാണ് ഈ പുതിയ യെരൂശലേം എന്ന് പറയാൻ കാരണം? പഴയ യെരൂശലേം നശിച്ചുപോയി. പഴയ യെരൂശലേം കാഹളധ്വനിയുടെ നടുവിൽ ആ പട്ടണം തകർന്നുപോയി, അത് തീ വെച്ച് അത് വെന്തുപോയി, അതിനകത്തെ ജനകോടികൾ നശിച്ചുപോയി. അപ്പൊ ലക്ഷക്കണക്കിന് യഹൂദന്മാർ കൊല്ലപ്പെട്ട വിശുദ്ധ നഗരത്തിന്റെ നശീകരണം സംഭവിച്ചു കഴിഞ്ഞപ്പോ ഇവിടെ ദൂതൻ, സകല കലശവും ബാധയും ഒക്കെ ഊതുന്ന ദൂതൻ ദൈവത്തിന്റെ ദാസനായ യോഹന്നാനോട് പറഞ്ഞു, ഐ വിൽ ഷോ യു ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ മണവാട്ടിയെ കാണിക്കാം എന്ന് കൊണ്ടുപോയിട്ട് കാണിക്കുന്നത് എന്താണ്? പുത്തൻ യെരൂശലേമിനെ കാണിക്കാം. അപ്പൊ പുതിയ യെരൂശലേം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബൈബിൾ പുതിയ യെരൂശലേം എന്ന് പറഞ്ഞാൽ എന്താണ്? മണവാട്ടി സഭയാണ്. അപ്പൊ മണവാട്ടി സഭയാണ് പുത്തൻ യെരൂശലേം. അപ്പൊ സഭ സ്വർഗത്തിലേക്ക് അങ്ങ് എടുത്തോണ്ട് പോയി എന്നൊക്കെ അല്ലേ ആള് പറഞ്ഞേക്കുന്നേ? ഇവിടെ പുതിയ സ്വർഗത്തിലേക്ക് അങ്ങ് എടുത്തോണ്ട് പോയതല്ല. സഭയെ ദൈവം മറ്റ് പഴയ യെരൂശലേമിൽ നിന്ന്, ആ മർമ്മം മകതിയ ബാബിലോൺ എന്ന് പറയുന്ന യെരൂശലേമിൽ നിന്ന്, മ്ലേച്ഛതയുടെ മാതാവിൽ നിന്ന് വേർതിരിച്ച് ശുഭ്രവും ശുദ്ധവുമായ വസ്ത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ട നീതിപ്രവർത്തികൾ എന്ന വെള്ളയുടുപ്പ് ധരിച്ച അലങ്കൃതയായ ഒരു മണവാട്ടി. അപ്പൊ അപ്പുറത്ത് ഒരു വേശ്യാസ്ത്രീയെ കാട്ടിയിട്ട് ഇപ്പുറത്ത് പവിത്രയായ ഒരു മണവാട്ടിയെ കാണിക്കുകയാണ്.
അവിടെ നശിച്ചുപോയ യെരൂശലേമാണ് ആ വേശ്യ സ്ത്രീ എങ്കിൽ ഇവിടെ പവിത്രമായി നിൽക്കുന്ന അവിടുത്തെ പുതിയ യെരൂശലേം എന്ന സഭയെയാണ് നമ്മുടെ കർത്താവ് ഇവിടെ വെളിപ്പാട് 21 കാണിക്കുക. അപ്പൊ പുത്തൻ യെരൂശലേം എന്ന് പറഞ്ഞാൽ എന്താണ്? പുത്തൻ യെരൂശലേം എന്ന് പറഞ്ഞാൽ മണവാട്ടി സഭയാണ്. അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പുത്തൻ യെരൂശലേമിൽ താമസിക്കുമെന്നൊന്നും പറഞ്ഞ് വ്യാമോഹിക്കണ്ട. ആ പുത്തൻ യെരൂശലേം അവന്റെ സഭയാണ്. നിങ്ങൾ ക്രിസ്തുവിന്റെ സഭയെങ്കിൽ നിങ്ങൾക്ക് വിശുദ്ധ ബൈബിൾ നൽകുന്ന പേരാണ് പുതിയ യെരൂശലേം. ഇത് അക്ഷരികമായ ഒരു സ്ഥലമാണെന്നുള്ള ധാരണയാണ്. അപ്പൊ യെരൂശലേം എന്ന് പറഞ്ഞാൽ പുതിയ യെരൂശലേം കർത്താവിന്റെ വിശുദ്ധിയാണ്. ആ സഭ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താ? മീതെയുള്ള യെരൂശലേമോ അവളാവുന്നു നമ്മുടെ അമ്മ എന്നുള്ള കോൺസെപ്റ്റ് അത്. അതായത് ചർച്ചിന്റെ മദർ മീതെയുള്ള യെരൂശലേം. ആ മീതെയുള്ള യെരൂശലേമെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ച കാണിക്കുകയാണ്. ഇറങ്ങി വന്ന കാഴ്ച ഇങ്ങനെ ഇറങ്ങി ഭൂമിയിൽ വന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, പഴയത് നീങ്ങിപ്പോകാതെ പുതിയത് വെളിപ്പെടുകയില്ല. പഴയതേതാ? പഴയ യെരൂശലേം, പഴയ സംവിധാനങ്ങൾ, പഴയ ആചാരങ്ങൾ, പഴയ നിയമം, നീക്കം വരേണ്ടത്, ദ്രവിച്ചു പോകുന്നത്, എക്സ്പയറായി പോകുന്നതിന് നീക്കം വന്നാലേ പുതിയതിന് പരിപൂർണമായിട്ട് വെളിപ്പെടാൻ കഴിയത്തുള്ളൂ. സോ അതുകൊണ്ട് പഴയ നിയമത്തിന്റെ സിസ്റ്റം മൊത്തം അവസാനിപ്പിച്ച്, ന്യായപ്രമാണം മുഴുവൻ അവസാനിപ്പിച്ച്, സകലത്തിനും അവസാനം കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തിൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മണവാട്ടി സഭയെ വ്യത്യസ്തമായിട്ട് കാണിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇനി ശ്രദ്ധിക്കണം, ഇവിടെ ചർച്ച് ഇവിടെ നിൽക്കുക. ചർച്ചിനെ എടുത്തുകൊണ്ട് സ്വർഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ആളുകൾ. ചർച്ച് താണ്ട് ഇവിടെ 21 സ്വർഗത്തിൽ ഇറങ്ങി ഇവിടെ നിൽക്കുക. എന്തിനിറങ്ങി നിൽക്കുന്നു? അതിനെ നടത്തുന്നത് ആരാണ്? അതിനെ കൊണ്ടുപോകേണ്ടത് ആരാണ്? അതിന്റെ പ്രകാശം ആരാണ്? കുഞ്ഞാട് അതിന്റെ പ്രകാശമാണ്. കുഞ്ഞാട് അതിന്റെ വെളിച്ചമാണ്. ദൈവത്തിന്റെയും കുഞ്ഞാടും അതിന്റെ നടുവിലെ മന്ദിരമാണ്. മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഇത് സഭയാണ്. അപ്പൊ ഭൂമിയിൽ സഭയെ ദൈവം വെച്ചിരിക്കുക. 21 അധ്യായത്തിൽ സഭയുണ്ട് ഇവിടെ. വെളിപ്പാട് പുസ്തകം 4 അധ്യായത്തിൽ സഭ അങ്ങ് മോളിൽ പോകുന്നു പഠിപ്പിക്കുന്ന അച്ചാച്ചന്മാരോട് ചോദിക്കുക, 21 കാണുന്ന ചർച്ച ഏതാ? പുത്തൻ യെരൂശലേം. ആ ചർച്ച് ഇപ്പൊ എവിടെയാ? എന്നിട്ട് ആ ചർച്ചിന്റെ വാതില് ദൈവം, ആ പുത്തൻ യെരൂശലേമിന്റെ വാതില് തുറന്നിട്ടിരിക്കുന്നു. ഏറ്റവും ശ്രദ്ധ, അത് അടയ്ക്കുന്നില്ലെന്നാണ്. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത നിലയിൽ പുത്തൻ യെരൂശലേമിന്റെ വാതിലുകളെ തുറന്നിട്ടിരിക്കുകയാണ്. അടയ്ക്കുന്നില്ല. രാത്രിയിലും പകലും അടയ്ക്കുന്നില്ല. അപ്പൊ നരകവും സ്വർഗവും ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, നരകമാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഏകദേശം 9 ക്ലാസ്സുകൾ എടുത്തു. നരകമില്ല എന്ന് സ്ഥാപിക്കാനല്ല നമ്മൾ ഒരു ക്ലാസ്സിലും വന്നത്. തിരുവെഴുത്തുകളിൽ പറയുന്ന നരകം എന്താണ് എന്ന് സ്ഥാപിക്കാനാണ് വന്നത്. അത് ഇല്ല എന്ന് സ്ഥാപിക്കുന്നതല്ല എൻ്റെ ജോലി. എൻ്റെ ബൈബിളിൽ ഞാൻ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ പ്രതീകമായി ഞാൻ കൊണ്ടു നടക്കുന്ന എൻ്റെ ബൈബിളിൽ നരകം എന്താണ്, നരകത്തെക്കുറിച്ചുള്ള ചിന്ത എന്താണെന്ന് പഠിക്കുക. അതാണ് എൻ്റെ ഉത്തരവാദിത്വം. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞത്, ഇതങ്ങ് അവസാനിക്കുക. എല്ലാവരും അവസാനിക്കുക. ലോകം അങ്ങ് അവസാനിക്കുന്നൊക്കെ അല്ലേ ഇവിടെ വീമ്പിളക്കുക അല്ലേ? ഈ വീമ്പൊക്കെ ഇളക്കുന്ന ആളുകളാണ് എന്നോട് അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ പുത്തൻ യെരൂശലേം എന്ന് പറയുന്ന സഭയാണ്, മണവാട്ടി സഭയാണ്. ആ സഭയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ആ വാതിൽ തുറന്നിട്ടിരിക്കുന്ന സഭ, അതിന്റെ പുറത്ത് നിന്ന് അശുദ്ധന്മാർക്ക് പ്രവേശിക്കാൻ കഴിയാതെ, ശുദ്ധമായതിനൊന്നും കടക്കാൻ കഴിയാതെ പുത്തൻ യെരൂശലേം തുറന്ന വാതിലുമായി, ഹർ ഡോർ ഷാൽ നോട്ട് ഷട്ട്,
അവളുടെ വാതിൽ അടയ്ക്കുന്നില്ല. ഇതൊരു വലിയ സദ്വർത്തമാനമാണ്. ഇതാണ് മാനവരാശിയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രത്യാശയുടെ സന്ദേശം. പുത്തൻ യെരൂശലേം എന്ന മണവാട്ടി സഭയുടെ വാതിൽ അടയ്ക്കാതെ തുറന്നിട്ടിരിക്കുന്നു. രാവും അടയ്ക്കുന്നില്ല, പകലും അടയ്ക്കുന്നില്ല. അതിന്റെ പുറത്ത് നായ്ക്കൾ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നു വേണ്ട സകല മ്ലേച്ഛത പ്രവർത്തിക്കുന്ന ഈ നഗരത്തിനു പുറത്തു തന്നെ, പുറത്ത് ഇവർ തുടർമാനമായിട്ട് അവിടെ തുടരുകയാണ്. ആമേൻ. അപ്പൊ പിന്നെ ഇവരെ ഏത് ഇനിയും പുതിയ വെള്ളസിംഹാസന ന്യായവിധി ഉണ്ടോ? അപ്പൊ 21, നിങ്ങളിത് ശ്രദ്ധിക്കുക, 21 സഭയെ വന്നിർത്തി. അപ്പം പുത്തൻ യെരൂശലേം എന്ന് പറഞ്ഞാൽ പുതിയ സഭ, പുതിയ ആകാശം, പുതിയ ഭൂമി. പിന്നെ പുത്തൻ യെരൂശലേം നിത്യതയാണോ? ഇത് നിത്യതയാണോ? ഈ പുതിയ യെരൂശലേമിൽ വിശുദ്ധന്മാർ വന്നു നിൽക്കുന്ന നിത്യതയാണോ? ഈ നിത്യതയിൽ പിന്നെ അങ്ങനെ ക്ഷുദ്രക്കാരും ബിംബാരാധികളും ഭോഷ്ക് പറയുന്ന ആളുകളും എത്തി. ഈ നിത്യതയുടെ മുമ്പിൽ എന്തിനീ വാതിൽ തുറന്നിട്ടിരിക്കണം? ആർക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് പുത്തൻ യെരൂശലേമിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത്? ഇത് യേശുക്രിസ്തുവിന് 1000 ആണ്ടുകൾക്ക് ശേഷം സംഭവിക്കേണ്ട കാര്യമാണെന്നല്ലോ വിശ്വസിക്കുന്നേ. 1000 ആണ്ട് കഴിഞ്ഞിട്ടും പിന്നെയും ഭൂമിയിൽ പാപിക്ക് വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുക. അപ്പൊ വാതിൽ തുറന്നിടുന്നതിന് മുമ്പ് വെള്ളസിംഹാസന ന്യായവിധി സംഭവിച്ചു. അപ്പോൾ ഇനിയും ന്യായവിധി മൊത്തം നടന്നിട്ടും, വെള്ളസിംഹാസന ന്യായവിധി നടന്നിട്ടും, വെള്ളസിംഹാസന ന്യായവിധി നടന്നിട്ടും പാപിക്കൊരു കുറവുമില്ല. പാപിക്കൊരു കുറവുമില്ല. ഒരു കുറവും പാപിക്കില്ല. പാപി വീണ്ടും ഇവിടെ കിടക്കുക. അപ്പം പുത്തൻ യെരൂശലേമിന്റെ വാതിലിൽ പാപി. മറുപടി തരണം. ഇവിടുത്തെ പെന്തിക്കോസ്ത് ലോകമാണ് എനിക്കിത് മറുപടി തരേണ്ടത്. കാരണം ഇവരാണ് ഇത് പ്രസംഗിക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ ചെളിവാരി ഇടുക എന്നൊക്കെ പറയുന്ന ചില മാന്യന്മാർ ഇതിന്റെ താഴെ വന്ന് കമന്റ് ഇടുന്നുണ്ട്. ഞാൻ ചെളിവാരി എറിയുകയല്ല. സർവ്വലോകത്തോടും ഈ സത്യങ്ങൾ, ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഇവിടുത്തെ സുവിശേഷ വിഹിത സഭകളിലെ പ്രമുഖന്മാരായ ശുശ്രൂഷകന്മാരോട്, പ്രാസംഗികന്മാരോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഇതിന് മറുപടി തരണം. വെള്ളസിംഹാസനത്തിന്റെ ന്യായവിധി കഴിഞ്ഞിട്ട് പിന്നെയും പുതിയ യെരൂശലേമിൽ പിന്നെയും പാപിയോ? പുതിയ യെരൂശലേമിന്റെ വെളിയിൽ വീണ്ടും പാപിയോ? അപ്പൊ പുത്തൻ യെരൂശലേം പുറത്ത് വീണ്ടും എന്ന് പറഞ്ഞാൽ എന്ന് തീരും ഈ പാപിയുടെ അവസ്ഥ? അല്ല, ഈ പുത്തൻ യെരൂശലേമിന്റെ പുറത്ത് കിടക്കുന്ന ഈ പാപിക്ക് പിന്നെ ന്യായവിധി ഉണ്ടോ? അപ്പൊ വെള്ളസിംഹാസന ന്യായവിധി വീണ്ടും ഉണ്ടോ? ചോദ്യങ്ങൾ ചോദിക്കാൻ ഇനിയും ജന്മങ്ങൾ ബാക്കി. മറുപടി കിട്ടൂല. കാരണം മതത്തിന്റെ അന്ധത, മതത്തിന്റെ ഭോഷ്കുകളെ അമൃതുപോലെ ഭക്ഷിക്കുന്ന ഇവിടുത്തെ മതാന്ധതയിൽ കിടക്കുന്ന നേതാക്കന്മാർ ഉള്ളിടത്തോളം കാലം ഇതിന് മറുപടി വരത്തില്ല. അല്ലെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ മറുപടിയുമായിട്ട് വന്നു. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മറുപടി. പുത്തൻ യെരൂശലേം എന്ന് പറയുന്ന മണവാട്ടി സഭ, ആ വാതിൽ എന്തിന് തുറന്നിട്ടിരിക്കണം? ഇത് നിത്യതയുടെ ചിത്രമാണെങ്കിൽ നിത്യതയുടെ വാതിൽ ആർക്ക് വേണ്ടി തുറന്നിട്ടേക്കുക? ആർക്കു വേണ്ടി തുറന്നിട്ടിരിക്കുക? ഇതിന് ആൻസർ പറയണം. നിങ്ങൾ നരക സിദ്ധാന്തമോ എന്തു വേണേലും പറഞ്ഞു, പക്ഷെ ഇതാർക്കാണ് തുറന്നിട്ടിരിക്കുന്നത് എന്നത് പറയേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതോ നിത്യതയിൽ പാപിയോ? പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും പാപിയോ? ഞാനിത് ഇത്രയും സീരിയസ് ആയിട്ട് പറയാൻ കാരണം 30 വർഷം പോട്ടെ 20 വർഷത്തോളം ഇതുപോലെയുള്ള വിവരക്കേടുകൾ, വിഡ്ഢിത്തരങ്ങൾ വിശ്വസിക്കേണ്ടി വന്നൊരു ഹതഭാഗ്യനാണ് ഞാൻ. വിഡ്ഢിത്തരങ്ങളാണ്. ഇതിന് മറുപടി തരത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വ്യൂവിൽ എത്തിയെന്നറിയാമോ? ചോദ്യങ്ങൾ ഇവിടെയാണ് കിടക്കുന്നത്. എൻ്റെ ബൈബിൾ, എനിക്ക് വിശ്വസിക്കാൻ ദൈവം തന്ന ബൈബിൾ, എൻ്റെ വിശ്വാസത്തിന് ആധാരമായ തിരുവെഴുത്തുകളിൽ ഈ ഭാഗത്ത് ആൻസർ കണ്ടെത്താൻ ഞാൻ പലരോട് ചോദിച്ചു.
ചുമ്മാ ഒരു ദിവസം രാവിലെ നിന്നപ്പോൾ ഒരു മഴ തലയിലോട്ട് വീണപ്പോൾ വന്ന ബോധ്യമല്ല, ഇത് ചോദ്യങ്ങളാണ്. 21-ാം അധ്യായത്തിൽ പുതിയ ആകാശം പുതിയ ഭൂമി, ഒന്നുകൂടെ പറയാം. അത് കഴിയുമ്പോൾ പുത്തൻ യെരൂശലേം ഇറങ്ങി വരുന്നു. ആ ഇറങ്ങി വരുന്ന പുത്തൻ യെരൂശലേമിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. വാതിൽ തുറന്നിട്ടിരിക്കുമ്പോ ആ വാതിൽ ആർക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു? കാരണം പുത്തൻ യെരൂശലേം എന്ന് പറയുന്നത് നിത്യതയുടെ പ്രതീകമാണ്. നിത്യയുഗം നാം പുതിയ യെരൂശലേമിൽ വാഴുമെന്നാണല്ലോ. ആ പുതിയ യെരൂശലേമിന്റെ വാതിൽ ആർക്ക് തുറന്നിട്ടിരിക്കുന്നു? ആര് കയറാൻ തുറന്നിട്ടിരിക്കുന്നു? എന്നിട്ട് താഴെ പറഞ്ഞ ഒരു അശുദ്ധൻ അതിനകത്ത് കയറത്തില്ല. അപ്പൊ ആർക്കൊക്കെ കയറാൻ വേണ്ടിയല്ലേ ഇത് തുറന്നിട്ടിരിക്കുന്നേ? അപ്പൊ നിത്യതയിലെത്തിയാലും പാപിയുണ്ടോ? മലയാളികൾ ചാത്തന്നൂരുകാരനൊക്കെ തൻ്റെ ഇടമുണ്ടെ മറുപടി തരണം. നമുക്ക് എന്ത് എളുപ്പമാണ് പറയാൻ. യേശു വരുന്നു. Can you solve this problem? ഈ പ്രശ്നത്തെ ഒന്ന് തീർക്കാൻ പറ്റൂ? ഇതിന്റെ പരിഹാരം വരുത്താൻ പറ്റൂ? ഒരു നിമിഷമായി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ. കുറച്ച് അനാവശ്യമായിട്ടുള്ള കുറച്ച് മെസ്സേജ് ഡിസ്റ്റർബ് ചെയ്യുന്നത്, ഞാൻ അതിനെ ഒന്ന് ബ്ലോക്ക് ചെയ്തോട്ടെ. ഓക്കെ, സോറി. അപ്പൊ വെളിപ്പാട് പുസ്തകത്തില് 21 പുതിയ യെരൂശലേം, നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞു പുതിയ യെരൂശലേം എന്ന് പറഞ്ഞാൽ സഭയാണ്. ചാത്തന് കയറുക. 21-ാം അധ്യായത്തിൽ പുതിയ യെരൂശലേം തുറന്നിട്ടിരിക്കുന്നു. ഞാനിത് ലോജിക്ക് തല ഉള്ള മറുപടി വാ. പുത്തൻ യെരൂശലേം എന്ന് പറഞ്ഞ ഇവരുടെ കോൺസെപ്റ്റില് നിത്യതയാണ്. കാരണം പുതിയ ആകാശം പുതിയ ഭൂമിയാണ്. ആ പുതിയ ആകാശം പുതിയ ഭൂമിയിൽ നിത്യതയാണ്, നിത്യയുഗമാണ്. കാരണം 20-ാം അധ്യായത്തിൽ വെള്ളസിംഹാസന ന്യായവിധി കഴിഞ്ഞാൽ മനുഷ്യരാദികളെ മൊത്തം പിടിച്ച് നടത്തി. പിന്നെ അവിടെ മനുഷ്യരില്ല, പിന്നെ പാപിയൊന്നുമില്ല, പിന്നെ വിശുദ്ധന്മാർ മാത്രമേ ഉള്ളൂ, പുത്തൻ യെരൂശലേമേ ഉള്ളൂ. പിന്നെ നിത്യയുഗം പിതാവിനോടുകൂടെ വാഴും. ഇതാണല്ലോ പഠനം. ഈ പുത്തൻ യെരൂശലേമിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്നാണ് എന്റെ ചോദ്യം. എന്തുകൊണ്ട് ഇത് തുറന്നിട്ടിരിക്കുന്നു? ആർക്ക് കയറാൻ വേണ്ടിയാ? അപ്പം വെള്ളസിംഹാസന ന്യായവിധി കഴിഞ്ഞാലും പാപികൾ ഭൂമിയിലുണ്ട്. പുത്തൻ യെരൂശലേം വന്നു കഴിഞ്ഞാലും പാപികൾ ഭൂമിയിലുണ്ട്. ഇതിനാണ് ആൻസർ. അപ്പൊ പുത്തൻ യെരൂശലേം വരുമ്പോഴും പാപി ഭൂമിയിലുണ്ട്. വെള്ളസിംഹാസന ന്യായവിധി കഴിഞ്ഞിട്ടും പാപികൾ ഭൂമി തന്നുണ്ട്. കാരണം എന്താ? ഈ പറയുന്ന നേരത്തെ തീപ്പൊയ്കയിൽ ഇട്ട കക്ഷികളെല്ലാം തന്നെ ഇപ്പൊ നഗരത്തിന് പുറത്തുണ്ടെന്ന്. എന്നിട്ട് പറയുന്നുണ്ട് തങ്ങളുടെ വസ്ത്രം വെളിപ്പാക്കി ഈ നഗരത്തിലേക്ക് കടക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പം നഗരത്തിലേക്ക് കടക്കാനായിട്ട് വസ്ത്രം തയ്യാറാകുന്നവർക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ഒരു വാതിൽ. അങ്ങനെ തന്നെയല്ലേ എഴുതിയേക്കുന്നത്? ഗോപുരങ്ങളിലൂടെ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ. അപ്പം വസ്ത്രത്തെ മുഷിഞ്ഞ ആളുകൾ ഈ പട്ടണത്തിന്റെ പുറത്തുണ്ട്. വെളിപ്പാട് പുസ്തകത്തിന്റെ സമാപന ഭാഗമാണ്. ഒരു മെസ്സേജ് ഭൂലോകത്തൊരു കൊടുക്കാനുള്ള ദൈവ സന്ദേശത്തിന്റെ സമാപന ഭാഗമായത്. വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്റെ പ്രിയരെ, ഇത്രയും പേരെങ്കിലും നിങ്ങളുടെ കണ്ണൊന്ന് തുറക്കണം. നിങ്ങളുടെ കണ്ണ് തുറക്കണം. നിങ്ങൾ അന്ധതയിൽ നിന്ന് പുറത്തു വരണം. സത്യസന്ധമായ യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കണ്ണ് തുറക്കണം. അപ്പൊ 21-ാം അധ്യായത്തിലെ ചിന്ത എന്താന്ന് ഞാൻ പറയാൻ പോകും.
21 പുതിയ ആകാശവും പുതിയ ഭൂമിയും. പഴയ ആകാശം കണ്ടില്ല, പഴയത് കണ്ടില്ല. പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറഞ്ഞാൽ is talking about the new covenant church and new covenant church ആണ് പുതിയ ആകാശം. പഴയ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ, കർത്താവ് പറഞ്ഞ വാക്യം, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ ത്തിന്റെ വള്ളിയെങ്കിലോ പുള്ളിയെങ്കിലോ നീങ്ങിപ്പോകത്തില്ലെന്ന. എപ്പോ വരെ? ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ. മാത്യു ചാപ്റ്റർ 5:17. അപ്പൊ മത്തായി ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് വരെ ന്യായപ്രമാണത്തിന്റെ വള്ളിയോ നീക്കം വരത്തില്ല. അപ്പൊ ഇതേതാ ഈ ആകാശവും ഭൂമി? നമ്മൾ കാണുന്ന അക്ഷരികമായ ആകാശവും അക്ഷരികമായ ഭൂമിയും പോകുന്നതെങ്കിൽ ഇന്നും ന്യായപ്രമാണത്തിലല്ലേ നമ്മൾ? പിന്നെ ഗലാത്യ ലേഖനത്തിലും റോമാലേഖനത്തിലും പൗലോസ് അപ്പോസ്തലൻ എന്തിനാ ഈ ന്യായപ്രമാണം സകലത്തിന്റെ അവസാനമാണ്, ന്യായപ്രമാണത്തെ അവസാനിപ്പിച്ചു എന്ന യാഥാർത്ഥ്യം പറഞ്ഞത്? ഏതാണ് ഈ ആകാശവും ഭൂമി? യഹൂദന്റെ നാടാ, യഹൂദന്റെ അവന്റെ ആലയവുമാണ് സ്വർഗം. യഹൂദനോട് സ്വർഗം ഏതാന്ന് ചോദിച്ചാൽ വിരൽ ചൂണ്ടി പറയും. ഭൂമി ഏതാണ്? അവന്റെ നാടാണ്. ഇത് ഒഴിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ ഇത് നശിക്കാൻ പോവുകയാണ്. അത് നശിക്കുന്നത് വരെ ന്യായപ്രമാണത്തിന്റെ വള്ളിയോ പുള്ളിയോ നീങ്ങത്തില്ലെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇതാണ് ആകാശവും ഭൂമിയും. പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറഞ്ഞാൽ പുതിയ സഭയും പുതിയ ലാൻഡുമാണ്. ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ന്യൂ കവനന്റ് ചർച്ച് ആൻഡ് ന്യൂ കവനന്റ് പീപ്പിൾ. ദാറ്റ് മീൻസ് യു ആൻഡ് മീ, വി ആർ ദ ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്. ബിക്കോസ് ഓൾഡ് കവനന്റിൽ ദൈവം വസിച്ചിരുന്നത് ആ മന്ദിരത്തിലാണെങ്കിൽ ന്യൂ കവനന്റിൽ ദൈവം വസിക്കുന്നത് നിങ്ങളിലും എന്നിലുമാണ്. വി ആർ ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദാറ്റ്സ് വൈ വി ആർ ഹെവൻ. The temple of God is the gates of heaven. We are the temple of God. We are heaven. You are the heaven. ആണ് സ്വർഗം. നിങ്ങളാണ് ആകാശവും നിങ്ങളാണ് പുതിയ ഭൂമിയും. മനസ്സിലായവർക്കായിട്ട് മണവാട്ടി മനുഷ്യൻ, ദൈവം വസിക്കുന്ന മന്ദിരമായ മനുഷ്യൻ. ആ മനുഷ്യനെ വിശുദ്ധ ബൈബിൾ വിളിക്കുന്നു ന്യൂ ജെറുസലേം. ന്യൂ ജെറുസലേം is the church of God. ന്യൂ ജെറുസലേം ഈ പുതിയ സഭ അല്ലെങ്കിൽ പുത്തൻ യെരൂശലേം 21 ഇറങ്ങി വന്നേക്കുന്ന പുത്തൻ യെരൂശലേം വരുമ്പോഴും ശ്രദ്ധിക്കണേ, നിങ്ങൾ ബൈബിൾ ശ്രദ്ധിക്കണം, ബൈബിളിനെ വിശ്വസിക്കണം. ആ ജെറുസലേം ഇറങ്ങി വരുമ്പോഴും അതിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. തുറന്നിട്ടിരിക്കേണ്ട അർത്ഥം എന്താ? പ്രവേശിക്കാനുള്ള ആക്സസ് കൊടുത്തിരിക്കുന്നു, എൻട്രി കൊടുത്തിരിക്കുകയാണ്. വാതിൽ അടയ്ക്കുന്ന, വാതിലിന് പൂട്ടില്ലാത്ത നഗരം, അതാണ് പുത്തൻ യെരൂശലേം. കാരണം എന്തിനാ ഇത് തുറന്നിട്ടിരിക്കുന്നത്? ഈ പട്ടണം അല്ലെങ്കിൽ ഈ ഒരു പുതിയ യെരൂശലേം എന്ന സഭ മനുഷ്യകുലത്തിന് ഇൻവിറ്റേഷൻ കൊടുക്കുക. ഇവിടെയാണ് നമ്മുടെ ബൈബിൾ അവസാനിക്കുന്നത്. ഈവന്മാർ പറയുന്ന പോലെ നിത്യനരകത്തിലും നാശത്തിലും കോടാലിലും അല്ല. ക്രിസ്തുവിന്റെ സഭയെ കൊണ്ടുവന്ന്, വിശുദ്ധ മണവാട്ടി സഭയെ കൊണ്ടുവന്ന് കാട്ടിയിട്ട് പറയാ, നോക്കിക്കേ, അതിന്റെ വാതിലുകൾ അടയുന്നില്ല. സഭയുടെ വാതിൽ തുറന്നിട്ടേക്കുക. പുറത്ത് അശുദ്ധന്മാരുണ്ട്, മദ്യപാനികളുണ്ട്, വിഗ്രഹാരാധികളുണ്ട്, നായ്ക്കളുണ്ട്, ക്ഷുദ്രക്കാരുണ്ട്, സകലവിധ പാപം ചെയ്യുന്ന ഭോഷ്ക് ചെയ്യുന്നവരുണ്ട്, മ്ലേച്ഛന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നിട്ട് ഈ വാതിൽ തുറന്നിട്ടേക്ക്. ഇത്രയും കള്ളന്മാര് പുറത്തുള്ളപ്പോ പിന്നെ എങ്ങനെയാണ് വാതിൽ തുറന്നിടേണ്ട ആവശ്യം? എങ്ങനെ തുറന്നിടും? ഇവിടെയാണ് രഹസ്യം. ഇത്രയും അഴുക്കുള്ള ആളുകൾ പുറത്ത് കിടക്കെ പിന്നെ എന്ത് വിശ്വാസത്തിലാണ് പുത്തൻ യെരൂശലേമിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത്? കാരണം എന്തെന്നറിയാമോ? ഇതിന്റെ വിളക്ക് ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ പ്രകാശത്തിന്റെ മുമ്പിൽ ഒരു കള്ളനും, ഒരു ഭോഷ്ക് പറയുന്നവനും, ഒരു അശുദ്ധനും, ഒരു മ്ലേച്ഛത പ്രവർത്തിക്കുന്നവനും
നിൽക്കാൻ പറ്റില്ല. ഈ ലൈറ്റിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ലൈറ്റാണ് പാപിയെ ഇവിടേക്ക് അടുപ്പിക്കാത്ത ഘടകം. ഈ വെളിച്ചത്തിൽ നിൽക്കത്തില്ല. ഈ വെളിച്ചത്തിൽ നിൽക്കാൻ അവർക്ക് പറ്റില്ല. അപ്പൊ പുതിയ യെരൂശലേമിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള നരക എന്ന് പറയുന്ന നരക സിദ്ധാന്തത്തെ സംബന്ധിച്ച് നമ്മുടെ ഈ സീരീസ് ഓഫ് സ്റ്റഡിയിലെ സമാപനമായ ഒരു മെസ്സേജ്. ഒത്തിരിയും കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. തൽക്കാലം ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല, കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത്യാവശ്യം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇനിയും തുടരാൻ താല്പര്യമില്ല. ഇതൊരു സമാപനത്തിലേക്ക് എത്തിക്കാനും ഞാൻ ശ്രമിക്കുന്നു. അപ്പൊ പുതിയ യെരൂശലേമിന് ഇവിടെ സമാപനത്തിൽ നിത്യനരകമല്ല, മറിച്ച് വെള്ളസിംഹാസന ന്യായവിധിയല്ല. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. വെള്ളസിംഹാസന ന്യായവിധി എന്താണ് മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കാതെ കണ്ണി കണ്ടത് വെച്ച് അങ്ങ് അടിക്കുകയാണ്. പിന്നെ നിങ്ങൾക്കറിയാമോ, ചില ആളുകള് അവർ ചതിക്കപ്പെടാൻ വേണ്ടി യോഗ്യരാണ്. നല്ല ബഹുസഹസ്രം ജനം, പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ ഈ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നതിൽ നല്ലൊരു ശതമാനം ആളുകൾ ദേ ആർ ഡിസേർവ് ടു ബി ഡിസീവ്ഡ്. അവർ ചതിക്കപ്പെടണം. അവർ അതിനു വേണ്ടിയാണ് പിറന്നിരിക്കുന്നത്. അവരെ ചതിക്കണം, അവർ ചതിക്കപ്പെടണം. അവർ ഡിസപ്ഷന് യോഗ്യരാണ്. കാരണം സത്യത്തിന്റെ മുമ്പിൽ ചെവി അടയ്ക്കുന്ന സകല കക്ഷികളും വഞ്ചിക്കപ്പെടണം. അവരെ നന്നായിട്ട് വഞ്ചിക്കണം. അവന്റെ കാശും പോണം, അവന്റെ ആസ്തിയും പോണം, അവന്റെ ജീവിതവും പോണം. കാരണം അവൻ ചതിക്കപ്പെടണം. They deserve to be deceived. ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ എൻ്റെ പല സ്നേഹിതന്മാരോട്, അത് ഇവിടുത്തെ കേരളത്തിലുള്ള നല്ല എസ്കറ്റോളജി പഠിപ്പിക്കുന്ന ആളുകളോട് ഞാൻ ഇവരാരും മറുപടി തരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. ഇത് പരസ്യമായിട്ട് ചോദിക്കാൻ കാരണം ഞാൻ രഹസ്യമായിട്ട് പലരോടും ചോദിച്ചതാണ്. പുത്തൻ യെരൂശലേമിൽ ഇവരുടെ എല്ലാം പഠനം എന്നറിയാം. പുത്തൻ യെരൂശലേമിൽ ഇങ്ങനെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി 1000 ആണ്ടുകൾക്കൊക്കെ ശേഷം, ഇപ്പോഴൊന്നും അല്ല കേട്ടോ, 1000 വർഷങ്ങൾക്കൊക്കെ ശേഷം ഇറങ്ങി വരുമ്പോഴും പിന്നെയും കിടക്കുക അശുദ്ധനും. ഇതെന്തൊരു കഷ്ടകാലം നോക്കിയേ, എന്ത് കഷ്ടകാലമാണെന്ന് നോക്കിയേ. പുത്തൻ യെരൂശലേം വന്നു കഴിഞ്ഞിട്ട് പിന്നെയും ഇവിടെ എന്താ, പാപികളെ കൊണ്ട് നിറഞ്ഞു കിടക്കുക. അങ്ങനെ അല്ല പ്രിയരേ. ഇത് പഴയ യെരൂശലേമിന് നീക്കം വരുത്തി പുതിയ യെരൂശലേമിനെ സ്ഥാപിക്കുകയാണ്. പഴയ യെരൂശലേം എന്ന് പറഞ്ഞാൽ യഹൂദന്റെ സ്വർഗവും യഹൂദന്റെ ഭൂമിയും. അതിന് നീക്കം വരുത്തിയിട്ട് മീതെയുള്ള യെരൂശലേമായ പുതുനിയമ സഭയെ അതിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായി, പവിത്രമായി, പാവനമായി നമ്മുടെ കർത്താവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇത് ഒരു ഭയങ്കര പ്രതീക്ഷയുടെ മെസ്സേജാണ്. വെളിപ്പാട് പുസ്തകം 21, 22 നമ്മൾ വായിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുള്ളത്, ഇതൊരു പ്രത്യാശയുടെ മെസ്സേജ്, പ്രത്യാശയുടെ സന്ദേശം ഇതിനകത്ത്. കാരണം ഇവിടെ കൊണ്ട് നരകം കൊണ്ട് തീരുക അല്ലിത്, നിത്യത ചത്തങ്ങ് അവസാനിക്കുക അല്ലിത്. പിന്നെന്താ ഇത്? കൃത്യമായിട്ട് അവിടുത്തെ സഭ തുടരുകയാണ്. സഭ, അപ്പൊ സഭ എടുക്കാൻ ആള് വരുന്നെന്നൊക്കെ പറയുന്നവരൊക്കെ ശ്രദ്ധിച്ചോണം. സഭ താണ്ട് ഇവിടെ തുടരും. എപ്പോ വരെ തുടരും? ഇത് ഇവിടെ തന്നെ തുടരും. ഇതിന് മാറ്റമില്ല. ഭൂമി ഉള്ളിടത്തോളം ഈ ദൈവസഭ ഭൂമിയിലുണ്ടാകും. ഈ സഭയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. എന്നിട്ട് അത്ഭുതപ്പെട്ടൊരു കാര്യം, തുറന്നിട്ടിട്ട് അങ്ങ് പോവല്ല കേട്ടോ. 22 പറയുകയാണ്, കുഞ്ഞാടിന്റെയും ദൈവത്തിന്റെയും സിംഹാസനത്തിന്റെ നടുവിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പുറപ്പെടുന്നു. അതായത് ഈ പുത്തൻ യെരൂശലേമിൽ നിന്നാണ് കേട്ടോ. ആ പുത്തൻ യെരൂശലേമിനകത്താണ്, അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ദൈവത്തിന്റെ മന്ദിരമാകും. ദൈവം തന്നെ അവരുടെ മന്ദിരമാകും. ദൈവത്തിന്റെ ആ സിംഹാസനത്തിൽ നിന്ന് ഇതിന്റെ അകത്ത് നിന്ന് നദി പുറപ്പെടുക. അപ്പം ഈ പുത്തൻ യെരൂശലേമിൽ നിന്ന് ഒരു റിവർ ഇങ്ങനെ ഒഴുകിയിട്ട് എവിടെ വരെ ഇത് ഒഴുകുന്നുണ്ട്? ശുദ്രക്കാർ, ബിംബാരാധികൾ, കൊലപാതകന്മാർ, അവിശ്വാസികൾ, നായ്ക്കൾ, യുവമാരുള്ള സ്ഥലത്തേക്ക്. നിങ്ങൾക്കറിയാമോ, ഇവരെയല്ലേ എവിടെ തള്ളിയിട്ടെന്ന് എഴുതിയിരിക്കുന്നത്? നേരത്തെ അഗ്നി നരകത്തിലേക്ക് തള്ളിയിട്ടെന്ന, പുറത്തേക്ക് തള്ളിക്കളഞ്ഞു എന്ന. അപ്പൊ ഇവര് അഗ്നി നരകത്തിലേക്ക് കിടക്കുക. അപ്പം ഇവര് തള്ളപ്പെട്ട് പട്ടണത്തിന്റെ പുറത്തേക്ക് പോയി. ഈ പട്ടണത്തിന്റെ പുറത്തേക്ക് പോയ ഇവരുടെ അരികിലേക്ക് ഈ പുതിയ യെരൂശലേമിൽ നിന്ന് നദി പുറപ്പെടുന്ന ചിത്രമായത്. ഞാൻ ഒന്നുകൂടെ പറയാം, ഇപ്പം എല്ലാം സമാപിച്ച് തീർന്നെങ്കിൽ പിന്നെ വെള്ളസിംഹാസന സമാപന ന്യായവിധിയാണെങ്കിൽ
പിന്നെയും ഒരു പുത്തൻ യെരൂശലേമും അതിന്റെ വെളിയിൽ പിന്നെയും പാപികളെ കാണിക്കേണ്ട ആവശ്യമില്ല. ഈ എപ്പോഴാ ഈ അവസാനത്തെ ന്യായവിധി? വെള്ളസിംഹാസന ന്യായവിധിയാണല്ലോ സമാപന ന്യായവിധി. പിന്നെ ഈ മനുഷ്യന്മാരെ ഇനി രണ്ടാമതൊരിക്കൽ കൂടെ സിംഹാസനത്തിൽ ഇരിക്കുവോ? ഇവരെ എവിടെയാ കാണുക? ഇവരെ നഗരത്തിന്റെ പുറത്ത് കാണിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ന്യായവിധി എന്നുള്ള ചിന്തകളെല്ലാം വരുമ്പോൾ നമ്മൾ കർത്താവ് തന്നെ പറഞ്ഞു, ഇവരെ പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും, ഔട്ടർ ഡാർക്ക്നെസ്. അങ്ങനെ പുറത്തുള്ള ഇരുട്ട് എന്ന് പറയുമ്പോൾ ഈ നഗരത്തിന് പുറത്തേക്ക് അവരെ കളയുകയാണ്. ചർച്ചിൽ നിന്ന് അവരെ പുറത്തേക്ക് കളയുക, അല്ലെങ്കിൽ ഈ ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് ഇവർ ഔട്ടാകുക. ഈ ഔട്ടാകുന്ന ഇവരെ തേടി ജീവന്റെ നദി പുറപ്പെടുക. ഈ നദി പുറപ്പെട്ട് ഇവരെ നദി ഇങ്ങനെ പുറപ്പെടുക. നദി പോകുമ്പോൾ ശ്രദ്ധിക്കണേ, ഇവിടെ ബൈബിൾ എഴുതിയിരിക്കുന്നു, അവന് 21-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായിട്ട് കൊടുക്കും. ഇപ്പൊ ശ്രദ്ധിക്കണം, ഇവിടുത്തെ പ്രധാന വിഷയം, ഈ നദി ഇങ്ങനെ പോകുമ്പോൾ പറയുകയാണ്, ഇത് ആർക്ക് വേണ്ടിയുള്ളത്? ദാഹമുള്ളവർക്ക് കുടിക്കാൻ വേണ്ടിയാണ്. ദാഹമുള്ളവർക്ക് കുടിക്കാൻ വേണ്ടി ഈ ജീവജലം എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവൻ പകരാൻ ഈ ജീവജല നദി പോവുകയാണ്. രണ്ടാമത്തത്, മ്ലേച്ഛത പ്രവർത്തിച്ചിരിക്കുന്ന ആളുകൾ, പുറത്ത് തള്ളപ്പെട്ടവരാണിവർ. 2 ടൈപ്പ് ആളാ. 1 ദാഹിക്കുന്നവർ, 2 അഴുക്കുള്ളവർ. ദാഹമുള്ളവർക്ക് ഈ ജീവജല നദി ജീവൻ പ്രദാനം ചെയ്യും. മ്ലേച്ഛത പ്രവർത്തിച്ച് പാപത്തിൽ ജീവിക്കുന്ന ഇവരെ ഈ നദി ശുദ്ധമാക്കും. അവരുടെ വസ്ത്രം അലക്കാൻ ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ, കുടിക്കാൻ ഉപയോഗിക്കുന്ന അതേ വെള്ളം അവരെ കഴുകാൻ ഉപയോഗിക്കുന്നു. കുടിക്കുന്നവർക്ക് ജീവൻ പ്രാപിച്ച് അവർക്ക് എവിടേക്ക് വരാൻ പറ്റും? ദൈവാലയത്തിലേക്ക് വരാം, അല്ലെങ്കിൽ പുതിയ യെരൂശലേമിലേക്ക് എത്താം. മറിച്ച് മ്ലേച്ഛത മുഖാന്തരം അവരുടെ വസ്ത്രം നശിച്ചു പോയ അഴുക്കായവർക്കും വസ്ത്രത്തെ അലക്കിയിട്ട് എവിടെ വരാൻ പറ്റും? ഈ ആലയത്തിനകത്തേക്ക് വരാൻ പറ്റും. അപ്പൊ ഹോപ്പാണ്, പ്രത്യാശയുടെ സന്ദേശമാണ് വിശുദ്ധ ബൈബിൾ നൽകുന്നത്. വിശുദ്ധ ബൈബിളിന്റെ ഒടുവിലത്തെ ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ലോകത്തിനുള്ള പ്രതീക്ഷയാണ്. പുത്തൻ യെരൂശലേമിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മാനവരാശിക്ക് ഏറ്റവും വലിയ പ്രശോഭിതമായ പ്രത്യാശയുടെ സന്ദേശം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ബൈബിൾ. അവിടെ ന്യായവിധി അടിപിടി ഒന്നുമല്ല, ജീവജല നദി പുറപ്പെടുന്നു. ഈ നദിയെക്കുറിച്ചാണ് എസെക്കിയേലിൽ പറയുന്നത്. 47 പറയുന്നുണ്ട്, ഒരു നദി പുറപ്പെട്ടു, അതിന്റെ ആഴം അളന്നു, നരിയാണി, മുട്ടളവ്, അരയളവ്, പിന്നെ നീന്തിയിട്ട് കടപ്പാനല്ലാത്ത ഒരു നദി. ഈ നദി പോകുന്ന ഇടത്തെല്ലാം ജീവവൃക്ഷമുണ്ട്. ഈ പോകുന്ന ഇടങ്ങളിലെല്ലാം ഇത് എന്ത് ചെയ്യുകയാണ്? ജീവനെ പ്രദാനം ചെയ്യുന്നു. ഇത് എവിടെ എത്തിച്ചേരുന്നു? ഇത് എത്തിച്ചേരുന്നത് എവിടെയാണ്? ചാവുകടലിൽ. നമ്മൾ ഇന്നലെ പഠിപ്പിച്ച നമ്മുടെ തീ പൊയ്കയിലാണ് ഈ നദി. അപ്പം നോക്കിക്കോണേ, ജീവജല നദി, ജീവജല നദി തീ പൊയ്ക വരെ എത്തുക. ഒന്നുകൂടെ പറഞ്ഞാൽ, നരകം വരെ, മരണം വരെ, മനുഷ്യന്റെ അന്ത്യം കുറിക്കുന്ന മേഖല വരെ ജീവന്റെ നദി എത്തുക. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവിടെയൊക്കെയും ജീവിക്കുന്ന, ചലിക്കുന്ന പ്രാണികൾ ഉണ്ടാകുകയാ. തീർന്നുപോയി, അവസാനിച്ചു എന്ന് പറയുന്ന മേഖല വരെ സുവിശേഷത്തിന്റെ നദി ഒഴുകുകയാണ്. 22-ാം അധ്യായത്തിൽ ആ നദി പുറപ്പെടുന്നു. ആ നദി പോകുന്ന ഇടങ്ങളിലെല്ലാം ജീവനെ പ്രദാനം ചെയ്യുകയാണ്. എന്നിട്ട് തീർന്നില്ല കേട്ടോ. ഈ പുത്തൻ യെരൂശലേമിന്റെ സഭയ്ക്ക് നടുവിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുക. പുത്തൻ യെരൂശലേമിന്റെ സഭയുടെ നടുവിൽ നിന്ന് ശബ്ദം ഇതാ, 22:17, വരിക വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. വരിക. യേശു വരിക എന്നാ ഞാൻ പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷത്തിൽ ഞാൻ കേട്ടിട്ടുള്ളതെല്ലാം യേശു വരണമെന്ന് മണവാട്ടിയും ആത്മാവും വിളിക്കുന്ന, പരിശുദ്ധാത്മാവും സഭയും കൂടെ നിന്ന് നീ വേഗം വരണേ യേശുവേ, നീ വരണമേ യേശുവേ എന്ന് ആത്മാവും മണവാട്ടിയും വിളിക്കുന്നു എന്നാണ്. ഈ വരിക എന്നുള്ളത് യേശു ആണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ബഹു സമൂഹം ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷെ തൊട്ട് താഴെ നോക്കിയേ, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ആരായി കേൾക്കുന്നവൻ? ആത്മാവും മണവാട്ടി സഭയും വരിക എന്ന് വിളിക്കുമ്പോൾ ആ ഇൻവിറ്റേഷനാ. ഇൻവിറ്റേഷൻ, വരിക എന്ന് ഇൻവിറ്റേഷൻ. അപ്പം കേൾക്കുന്നവരോട് ചേർന്ന് വരിക എന്ന് പറയാനാ. എന്നിട്ട് അടുത്ത് പറഞ്ഞു, ദാഹിക്കുന്നവൻ വരട്ടെ. ആര് വരട്ടെ എന്നാ? ദാഹിക്കുന്നവൻ. സത്യത്തിൽ വരിക എന്ന് കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു യേശു വരിക എന്ന്. പിന്നെ പറഞ്ഞു വരിക എന്ന്. ആര് വരട്ടെ എന്നാ? അപ്പൊ യേശുവാണ് ദാഹിക്കുന്നവൻ. ദാഹിക്കുന്നവൻ വരട്ടെ. അപ്പൊ ആരെ ഈ ദാഹിക്കുന്നവൻ?
ജീവൻ നഷ്ടപ്പെട്ട പാപത്തിൽ ജീവിക്കുന്ന ഈ വചനമൊക്കെ നിങ്ങൾ എടുക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് ശമരിയ സ്ത്രീയോട് പറഞ്ഞ പദങ്ങൾ ഓർക്കണം. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറയുക. അത് എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുന്ന 7-ാം അധ്യായത്തിൽ പറയുന്നു. ശമരിയ സ്ത്രീയോട് പറയുന്നു എന്തോ, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്ന ഒരു നാളും ദാഹിക്കുന്ന ഇസ് ടോക്കിംഗ് അബൌട്ട് ദ സിൻഫുൾ ലൈഫ്. പാപത്തിൽ ജീവിക്കുന്ന ആളുകളോട് പറയാം, വന്ന് കുടിക്കേ. ഈ കുടിക്കാനായിട്ടുള്ള ഇൻവിറ്റേഷൻ ആര് കൊടുക്കുക? മണവാട്ടി പുത്തൻ യെരൂശലേമിൽ നിന്ന് മുഴങ്ങുന്ന ശബ്ദം. The message of the new covenant church, the message of New Jerusalem and the message of the Holy Spirit. Come. Inviting the people outside. പുറത്ത് കിടക്കുന്നവരെ ഇൻവൈറ്റ് ചെയ്യുക. Come. ദാഹിക്കുന്നവൻ വന്ന് കുടിക്കട്ടെ. Oh, it's not talking about the coming of Jesus Christ. It's talking about the welcoming message of the church of God, of the New Jerusalem. Come. വരിക, ദാഹിക്കുന്നവൻ കുടിക്കട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഓ ഹല്ലേലൂയ. പുതിയ യെരൂശലേമിൽ നിന്ന് മുഴങ്ങുന്ന ശബ്ദമാ എന്ന് പറഞ്ഞാൽ പുറത്ത് കിടക്കുന്ന അശുദ്ധന്മാര്, ബിംബാരാധികൾ, ഭോഷ്കിൽ പ്രിയപ്പെടുന്നവർ, ശൂദ്രക്കാര്, ദുർനടപ്പുകാര്, നായ്ക്കള്, കൊലപാതകന്മാര്, പാപത്തിൽ കിടക്കുന്നവരോട് ക്രിസ്തുവിന്റെ സഭയുടെ സന്ദേശമാണിത്. കം. ദാഹിക്കുന്നവൻ വന്ന് കുടിക്ക്, ഇച്ഛിക്കുന്നവൻ വന്ന് ജീവജലം സൗജന്യമായിട്ട് വാങ്ങിക്ക്. ദിസ് ഈസ് എ ട്രൂ ഗോസ്പൽ മെസ്സേജ്. ഇത് പറഞ്ഞാണ് നമ്മളുടെ തിരുവെടുത്ത് അവസാനിക്കുന്നത്. എന്റെ അർത്ഥം, നമ്മുടെ തിരുവെടുത്ത് അഗ്നി നരകത്തിൽ നിന്ന് തീജ്വാല പുറത്തു വരുന്നു, അവിടെ നിന്ന് ലാവ ഒഴുകുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല വിശുദ്ധ ബൈബിൾ അവസാനിക്കുന്നത്. വിശുദ്ധ ബൈബിൾ അവസാനിക്കുന്നത് സുവിശേഷത്തിന്റെ ജീവജല നദിയെ പുറപ്പെടുവിക്കുന്ന ഒരു നദി പുതിയ യെരൂശലേമിൽ നിന്ന് പുറപ്പെടുന്നതും ആ വെള്ളം കുടിപ്പാൻ ദാഹിക്കുന്നവരെ ഇൻവൈറ്റ് ചെയ്യുന്ന മനോഹരമായ ചിത്രത്തോടു കൂടെയാണ് നമ്മുടെ ബൈബിൾ അവസാനിക്കുന്നത്. ഐ റിയലി ലവ് ഇറ്റ്. ഐ താങ്ക് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഇനി ഇത് ഇവിടുത്തെ പ്രധാന വിഷയം, ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറയാം. അതായത്, ഒന്ന്, ദുഷ്ടന്മാർ, പാപം ചെയ്യുന്നവരുടെ അവസ്ഥ എന്താണ്, പാപം ചെയ്യുന്നവർ എവിടെയാണ് എന്നാ ബൈബിൾ പറയുന്നത്. ഒന്ന്, ഒരിടത്ത് പറഞ്ഞത് ലേക്ക് ഓഫ് ഫയർ. ലേക്ക് ഓഫ് ഫയർ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ദാറ്റ് ഇസ് ഇൻ ദ ഡെത്ത്, ദ ഡീപ്പർ പാർട്ട് ഓഫ് ദ ഡെത്ത്. അവർ മരണത്തിലാണ്. റെവലേഷൻ ചാപ്റ്റർ 21:8 പറയുന്നു അവരെ തീപ്പൊയ്കയിൽ തള്ളിയിടുന്നുണ്ട്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം ചാപ്റ്റർ 21:27 വാക്യത്തിൽ ഈ ദുഷ്ടന്മാർ എവിടെയാണ്? ദേ ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദ സിറ്റി. സിറ്റിയുടെ പുറത്താണ്. അപ്പം നമ്മൾ നേരത്തെ കണ്ടു, തീപ്പൊയ്കയിൽ തള്ളിയിട്ട ദുഷ്ടന്മാര് ജെറുസലേമുമായിട്ട് ബന്ധപ്പെട്ട പഴയ യെരൂശലേമുമായിട്ട് ബന്ധപ്പെട്ട. അത് കഴിഞ്ഞുള്ള ദുഷ്ടന്മാർ എവിടെയാണ്? അത് കഴിഞ്ഞുള്ള ദുഷ്ടന്മാർ തീപ്പൊയ്കയെ തള്ളിയിടുന്ന കഥയല്ല. ദേ ആർ ഔട്ട്സൈഡ് ദ സിറ്റി. ഔട്ട്സൈഡ് ദ സിറ്റി. ഇപ്പം നിങ്ങൾക്കറിയാമോ, ഏദനിൽ മനുഷ്യനെ പാപം ചെയ്തപ്പോൾ അവനെ ആദ്യം ദൈവം പറയുന്ന, നീ ഇത് തിന്നുന്ന നാളിൽ മരിക്കുന്ന. തിന്നുന്ന നാളിൽ മരിക്കും. ഈ മരിക്കും എന്ന് പറഞ്ഞ മനുഷ്യൻ അന്ന് മരിച്ചോ? അന്ന് എന്താ മനുഷ്യൻ സംഭവിച്ചേ? വളരെ സിമ്പിളായിട്ട് ശ്രദ്ധിക്കും. തിന്നുന്ന നാളിൽ മരിക്കും എന്ന് ആദമിനോട് പറഞ്ഞു. ആദമിന് എന്താണ് ആ ദിവസം സംഭവിച്ചത്? ആ നാളിൽ മരിച്ചോ? ഇല്ല. പിന്നെ എന്ത് സംഭവിച്ചു? ദൈവം വന്ന് അവന് തോല് കൊണ്ടൊരു ഉടുപ്പുണ്ടാക്കി കൊടുത്ത് 2 എണ്ണത്തെയും പിടിച്ച് തോട്ടത്തിന് പുറത്താക്കി. അപ്പൊ തോട്ടത്തിന് പുറത്താക്കുന്നതിനെയാണ് വിശുദ്ധ ബൈബിൾ മരണം എന്ന് പറയുന്നത്. മരണം എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദാറ്റ് ഈസ് ഡെത്ത്. അല്ലാതെ ആദം മരിച്ചത് 930 വർഷം. നമ്മുടെ ആൾ പറയാം അത് ആത്മീക മരണമാണ്. ഓക്കെ, ആയിക്കോട്ടെ, നിങ്ങൾ എങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ആത്മീക മരണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഔട്ട്സൈഡ് ദ സിറ്റി എന്നാണ്. എക്സ്ക്ലൂഡിങ് ഫ്രം ദ സിറ്റി. ആ എക്സ്ക്ലൂഡ് ചെയ്യുക, അവരെ സിറ്റിയിൽ നിന്ന് പുറത്താക്കുക. ആമേൻ. സിറ്റിയിൽ നിന്ന് പുറത്താക്കുക. മൂന്നാമത്തെ വിക്കറ്റ്സിന്റെ, അതായത് ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ മൂന്നാമത്തെ സ്ഥാനം വെളിപ്പാട് പുസ്തകം 22:14 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്.
ദേ ആർ ഔട്ട്സൈഡ് ദ സിറ്റി ഗേറ്റ്. പട്ടണത്തിൻ്റെ വാതിലിന് പുറത്ത് അവരെ കാണുന്നു. വാതിലിന് പുറത്ത്, പട്ടണത്തിന് പുറത്ത്, അതേപോലെ തന്നെ ലേക്ക് ഓഫ് ഫയറിലും കാണുന്നുണ്ട്. ഈ 3 സ്ഥലത്താണ് നമ്മൾ വിക്കഡിനെ കാണുന്നത്. ഇനി മൂന്നാമത്തത്, അടുത്തത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു ലാസ്റ്റ് നമ്മളൊരു നരകം കൊണ്ട് അവസാനിപ്പിക്കാൻ പാടില്ല. അത് തെറ്റായ സുവിശേഷമാണ്. ഇത് ഞാൻ പറഞ്ഞത്, ഇത് കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കുക, അല്ലാത്തവർ എങ്ങനെയും പോയൊക്കെ ജീവിക്കുക, എനിക്ക് വിഷയമല്ല. ഇനി നമ്മൾ കണ്ടത് ഈ വെളിപ്പാട് ലാസ്റ്റ് കൊടുക്കുന്ന ഇൻവിറ്റേഷൻ നോക്കിയേ. ഇൻവിറ്റേഷൻസ് ഓപ്പൺ ഇട്ടേക്കുക. എൻ്റെ പ്രിയരെ, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് എൻ്റെ പ്രശ്നം. ഇതൊക്കെ ചില പറയുന്നതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇവർ അംഗീകരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? യേശു വന്ന് ന്യായവിധിയും കഴിഞ്ഞ് സകലത്തെ പിടിച്ച് നരകത്തിലിട്ട് പുത്തൻ യെരൂശലേം ഇറങ്ങി വന്ന് പുതിയ ആകാശവും പുതിയ ഭൂമിയൊക്കെ വന്നിട്ട് ആ സമയത്ത് ഇനി ഒരു എത്രയോ ആയിരക്കണക്കിന് ആണ്ടുകൾക്ക് ശേഷം നടക്കുന്ന കഥയായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇത് ആയിരക്കണക്കിന് വർഷത്തിന് ശേഷം നടക്കുന്ന കഥയാണ്. തങ്ങളുടെ വസ്ത്രം അലക്കിയിട്ട് അകത്തോട്ട് കയറി വരണമെന്ന് പറയുന്നത് ഈ കാലഘട്ടമാണോ ആ കാലഘട്ടമാണോ? ഇത് പ്രസന്റ് വേൾഡിൽ, നിങ്ങളും ഞാനും ജീവിക്കുന്ന ഈ പ്രസന്റ് വേൾഡിൽ ഹ്യൂമാനിറ്റിക്ക് കൊടുത്തിരിക്കുന്ന ഇൻവിറ്റേഷനാണ്. എങ്ങനെ ഇൻവിറ്റേഷൻ നോക്കിയേ? റെവലേഷൻ ചാപ്റ്റർ 21:1 എന്ന് പറയുന്നത്, then the angel of showed me the river of the water of life in clear and crystal flowing from the throne of God and of the Lamb. The river of life comes from the throne. ഇൻവിറ്റേഷനാ. എവിടുന്നാണ് ഈ ഇൻവിറ്റേഷൻ, ഈ റിവർ പുറപ്പെടുന്നത്, ദൈവത്തിന്റെ ഈ ആഹ്വാനം പുറപ്പെടുന്നത്, ഈ ജീവൻ പുറപ്പെടുന്നത്, സിംഹാസനത്തിൽ പുറപ്പെടുക? എവിടുന്ന് പുറപ്പെടുക? മനുഷ്യർ ഉള്ളിടത്തിടെ എല്ലാം ഇത് പോയിക്കൊണ്ടിരിക്കുക. രണ്ടാമത്തത്, ദോസ് ഇൻ ദ സിറ്റി പാർട്ടേക്ക് ഫ്രീലി. 21:6 നമ്മൾ പറയുന്നു, ഇത് വന്ന് സൗജന്യമായിട്ട് വാങ്ങിക്കൊടുക്കട്ടെ. എവിടെ ഉള്ളവരാ? പട്ടണത്തിൽ പാർട്ടേക്കേഴ്സ്. ഇത് നമ്മൾ മനസ്സിലാക്കി സിറ്റിക്ക് അകത്തുള്ളവരോട് പറയുകയാണ്. 2 രീതിയിലാണ് കേട്ടോ. സിറ്റിയുടെ അകത്തുള്ളവർ, ഈ ജീവന പ്രാപിച്ചവർ, അതായത് യേശുവിനെയൊക്കെ അറിയാവുന്ന ഈ പുത്തൻ യെരൂശലേമിന് അകത്തുള്ള ആളുകളോട് പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾ ദാഹം ഇനി ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യേ? ജീവജലത്തിൻ്റെ വെള്ളം വാങ്ങിച്ച് കുടിക്കാൻ പറയുകയാണ്. അത് സിറ്റിക്ക് അകത്തുള്ളവരോടാണ്. സിറ്റിക്ക് പുറത്തുള്ളവരോട് എന്താ പറഞ്ഞേക്കുന്നത്? സിറ്റിക്ക് പുറത്തുള്ളവരോട് കം ആൻഡ് ഡ്രിങ്ക്, വന്നിട്ട് വെള്ളത്തിനരികിൽ വന്ന് നിങ്ങളുടെ ദാഹത്തെ തീർക്കുക. അപ്പൊ ഇൻവിറ്റേഷനാണ്. ഇതിനെല്ലാം കാരണമായി നിൽക്കുന്നത് യെരൂശലേമിന്റെ വാതില് അടച്ചിട്ടിരിക്കുക. യെരൂശലേമിന്റെ വാതില് തുറക്കാതിരിക്കുക. വാതിൽ അടയ്ക്കാതെ തുറന്നിട്ടിരിക്കുക. രാത്രിയിലും അടയ്ക്കത്തില്ല, പകലും അടയ്ക്കത്തില്ല, വാതിൽ തുറന്നിട്ടിരിക്കുന്നു. എന്നിട്ട് ഇൻവിറ്റേഷൻ കൊടുക്കുക, വരിക. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ ഹാർട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. പുത്തൻ യെരൂശലേം എന്ന് പറഞ്ഞാൽ അവൻ്റെ സഭയാണ്. അവൻ്റെ സഭ വാതിലടക്ക ആർക്കും, ഒരു ജാതിക്കും, ഒരു മതക്കാരനും, ഒരു സംസ്കാരത്തിൽപ്പെട്ടവനും ആർക്കും നിക്ഷിപ്തമല്ലാത്ത നിലയിൽ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. പക്ഷെ അകത്ത് വരേണ്ട ആള് തങ്ങളുടെ അങ്കി അലക്കിയിട്ട് വരണം, ക്ലീനായിട്ട് വരണം. അപ്പം ഇത് അല്ലാത്ത പാവിയും ഉള്ളവരും കൊള്ളക്കാരൊക്കെ ഇതിനകത്ത് കയറത്തില്ല. എന്താ കാര്യം? ഇതിനകത്തൊരു ലൈറ്റ് ഉണ്ട്. കാരണം ഒരു സിന്നറും ദൈവത്തിന്റെ വെളിച്ചത്തിൽ നിൽക്കത്തില്ല. തെറ്റുള്ളവൻ എപ്പോഴും ഇരുട്ടാണ് ഇഷ്ടം, അവൻ വെളിച്ചത്തിൽ നിൽക്കത്തില്ല. സോ വെളിച്ചത്തിൽ നിൽക്കുന്നത് വിശുദ്ധന്മാർ മാത്രമേ. അതുകൊണ്ട് ദൈവം പറയും, ഈ വസ്ത്രത്തെ അലക്കിയിട്ട് നിങ്ങൾ അകത്തേക്ക് വരുവാനുള്ള ഇൻവിറ്റേഷൻ. അത് കഴിഞ്ഞ് തീർന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, നമ്മുടെ നരകം വീണ്ടും റെസ്റ്റോർ ആകാം. നരകത്തെ എന്ത് ചെയ്യുക? വീണ്ടും ദൈവം റെസ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഗഹന്നായ ദൈവം എന്ത് ചെയ്യുക? ഗോഡ് ഈസ് റിമെമ്പറിങ് ദ ലൊക്കേഷൻ ഓഫ് ഗഹനായ ദൈവം. യെശയ്യാവിന്റെ പ്രവചനം 64:24 പറഞ്ഞു, ഗഹന്ന ഈസ് ദ loathsome place for fire and destructions in the valley just outside the city where the dead bodies are cursed and burned. ആ ഗഹന്നായ്ക്ക് എന്താ സംഭവിക്കുന്നത് നോക്കിയേ. ഗഹന്നായ്ക്ക് സംഭവിക്കുന്നത് ജെറേമിയാവിൽ നമ്മൾ കണ്ടു 31:40, the whole valley where dead bodies and the ashes were thrown and will be holy to the Lord. നരകം പോലും എന്തായി മാറുകയാണ്? നരകം, ഗഹന്ന നമ്മൾ കാണുന്ന ഗഹന്ന പോലും ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഇറ്റ്സ് ഗോയിങ് ടു ബിക്കം എ ഹോളി സിറ്റി, ഇറ്റ്സ് ഹോളി അൺടു ദ ലോർഡ്. തീർന്നിട്ടില്ല. ലാസ്റ്റ് പറഞ്ഞു, റിമെമ്പർ ദ, ആ വാലിയുടെ ഫോർകാസ്റ്റ് പറയുന്നത്, while thirsty heart journeyed to appear before the Lord in Zion, and the valley of Gehenna became a place of spring.
അപ്പം നമ്മുടെ ബൈബിളിൽ കാണുന്ന നരകം, ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. സങ്കീർത്തനം 84-ന്റെ 5-6. 84-ന്റെ 5-6. നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ? തലമുറ തലമുറ നിന്റെ കോപം ദീർഘിപ്പിച്ചിരിക്കുമോ? നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കണം. നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? യഹോവേ, നിന്റെ ദയ ഞങ്ങൾക്ക് കാണിക്കണമേ. നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. 84-ന്റെ 84 തെറ്റിപ്പോയി. 84-ന്റെ 5 മുതൽ 7 വരെ. ബലത്തിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴിയുണ്ട്. കണ്ണുനീർ താഴ്വരയിലൂടെ കടക്കുമ്പോൾ, ഈ കണ്ണുനീർ താഴ്വര എന്ന വാക്കിന് ബാഖ, ദ വാലി ഓഫ് ബാഖ എന്ന് പറയും. ഈ വാലി ഓഫ് ബാഖ എന്ന് പറയുന്നതാണ് ഗഹന്ന. മനസ്സിലാകുന്നുണ്ടോ? നരകം. മലയാളത്തിൽ പറഞ്ഞാൽ കണ്ണുനീർ താഴ്വരയിലൂടെ എന്ന വാക്കിന് ഒറിജിനലി പറഞ്ഞാൽ നരകത്തിലൂടെ കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. ഏത്? ഗഹന്ന എന്ന് പറഞ്ഞാൽ ഈ ജീവജല നദി, പുത്തൻ യെരൂശലേമിന്റെ ഈ ജീവന്റെ പ്രവാഹത്താൽ നരകം പോലും റെസ്റ്റോറായി വസന്തം നൽകുന്ന പൂന്തോപ്പായി മാറുകയാണ് എന്ന് പറഞ്ഞാൽ ഈവൻ ഹെൽ, ഞാൻ പറഞ്ഞ ഹെൽ എന്ന് പറഞ്ഞാൽ the place of destruction itself is going to become the place of the holy, place of holy unto the Lord. They're going to be restored as a spring, as the place of spring, as the place of a garden. God is restoring these old places. God is the God of restoration. God is the God of love. So the church is open forever. Her door shall not shut. ഒരിക്കൽ പോലും അവളുടെ ഗേറ്റ്സ് ഒരിക്കലും വിൽ നെവർ ബി ഷട്ട്. ഒരിക്കലും അവളുടെ ആ വാതിലുകൾ അടയപ്പെടുന്നില്ല. അവസാനമായിട്ട് നമുക്കിങ്ങനെ കാണുന്നത്, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് കൂടെ പറഞ്ഞ് നിർത്താം. യെശയ്യാവിന്റെ പ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ആ വാക്യം, യെശയ്യാവ് ഇങ്ങനെ, നേഷൻസ് ഗാദർഡ് ഇൻ the nations gathered God's holy mountain with the gift of service and worship. Under the reign of Prince of Peace, predators and victims reconciled where arms is abolished. യെശയ്യാവിന്റെ വിഷയമാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, the nations will walk, അതായത് ജാതികൾ അവന്റെ അടുക്കലേക്ക് നടന്നു വരും. And the kings of the earth will bring their splendor. രാജാക്കന്മാരുടെ മഹത്വക്കൾ കൊണ്ട് the glory and honor of the nations will be brought to it എന്ന് പറഞ്ഞാൽ ഈ പുത്തൻ യെരൂശലേം എന്ന് പറഞ്ഞ സഭയിലേക്ക്, ഇത് പ്രവചനം പോലെ എഴുതി വെച്ചു. കൊറോണ വന്നിട്ടെല്ലാം കൂടെ പറന്നു പോകും എന്ന് പറയുന്ന അണ്ണന്മാരെ എഴുതി വെച്ചോ. ദാണ്ട പ്രവചനം പോലെ ഞാൻ ഇതൊന്നുകൂടെ പറയാം. ഇത് ഞാൻ പറയുന്ന പ്രവചനമല്ല, കർത്താവ് പറഞ്ഞ പ്രവചനം. ഞാനിത് വിശ്വസിക്കുന്നുണ്ട് പറയുകയാണ്. 21-24 ഇങ്ങനെയാണ് പറയുന്നത്, ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. കുറിച്ചു വെക്ക്, ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. ഭൂമിയിലെ രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രസിഡന്റുമാരും ഇവിടുത്തെ പ്രധാനമന്ത്രിമാരും ഇവിടുത്തെ മന്ത്രിമാരും ഇവിടുത്തെ ക്യാബിനറ്റ് മന്ത്രിമാരും സകല അച്ചാച്ചന്മാരും സകല പുള്ളികളും തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരുന്ന പറഞ്ഞാൽ these all kings are going to bring their splendor, their riches, their splendor to this New Jerusalem. അവർ ഈ പുത്തൻ യെരൂശലേമിലേക്ക് കൊണ്ടുവരുമെന്ന് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കിടക്കണമെങ്കിൽ തന്നെ അങ്കിയും പിടിപ്പം. അതിൻ്റെ അർത്ഥം എന്താ? രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ അവരുടെ അങ്കി വെടിപ്പാക്കി പുത്തൻ യെരൂശലേമിന്റെ ഭാഗമാകുന്ന നാളുകൾ വരാൻ പോവുകയാണ്. ഇതാണ് ക്രൈസ്തവ സഭയ്ക്ക് പ്രപഞ്ചത്തിന് കൊടുക്കാനുള്ള സന്ദേശം. ഹല്ലേലൂയ. തീർന്നിട്ടില്ല. ഇതിന്റെ നദികൾ ജാതികൾക്ക് രോഗശാന്തിയായിട്ട് ഉതകുന്നു. ദ ഗോസ്പൽ ദാറ്റ് ഹീൽസ്. ദൈവം അനുവദിക്കുന്നെങ്കിൽ ഈ സൗഖ്യപ്പെടുത്തുന്ന സുവിശേഷം എന്ന ഒരു ചിന്ത നിങ്ങൾക്ക് കൊണ്ടുവരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അടുത്ത ദിവസങ്ങളിൽ അതിന് സാധ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നരകത്തെക്കുറിച്ചുള്ള നമ്മുടെ 10 എപ്പിസോഡുകളാണ് ഇവിടെ സമാപിച്ചിരിക്കുന്നത്. ഫൈനലായിട്ട് ഞാൻ പറയുന്നത്, പുത്തൻ യെരൂശലേം ദാണ്ട് ഇപ്പോൾ നിങ്ങളും ഞാനും ജീവിക്കുന്ന ഈ കാലത്ത് പുതിയ യെരൂശലേം ഭൂമിയിൽ വന്നിരിക്കുന്നു. നാം അതിൻ്റെ ഭാഗവാക്കുകളാണ്. ദൈവമാണ് അതിനകത്ത് നമ്മോടുകൂടെ വസിക്കുന്നത്. അതിൻ്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. ഭൂലോകത്തിലെ 700 കോടി ജനത്തിനും പ്രവേശിക്കാൻ വേണ്ടി
അതിൻ്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ജനത്തെക്കാൾ കൂടുതൽ ജനത്തെ ഉൾക്കൊള്ളാനുള്ള വലിപ്പം ഈ പുത്തൻ യെരൂശലേമിലുണ്ട്. ഈ പുത്തൻ യെരൂശലേമിന്റെ വാതിൽ അടയ്ക്കാതെ തുറന്നിട്ടിരിക്കുന്നു. സകല അശുദ്ധന്മാർക്കും ആമേൻ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ അവർക്കൊരു മുഖാന്തരം, അവരെ ഇതിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതിന് ജീവജല നദി അവരുടെ അരികിലേക്ക് പോകുന്നത് ഗോസ്പൽ ഓഫ് ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി, ജീവന്റെയും അക്ഷയതയുടെയും സുവിശേഷമാണ് ഈ ജീവജല നദിയായി പുറപ്പെടുന്നത്. ദാഹിക്കുന്നവർക്ക് ദാഹം മാറ്റുന്ന നദി, അഴുക്കുള്ളവരുടെ മ്ലേച്ഛതയെ കഴുകിക്കളയുന്ന നദിയായി ദാണ്ടെ ക്രിസ്തുവിൻ്റെ സഭയാകുന്ന പുത്തൻ യെരൂശലേമിൽ നിന്ന് ഈ നദി ലോകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ അങ്കി വെടിപ്പാക്കി ഇതിലേക്ക് കടന്നു വരുന്നവർ ഭാഗ്യവാന്മാർ എന്ന് വിശുദ്ധ ബൈബിൾ പറയുകയാണ്. നമുക്കും വിളിക്കാം. യേശുവിൻ്റെ ആത്മാവിനോട് ചേർന്ന്, കർത്താവിൻ്റെ സഭയോട് ചേർന്ന് നമുക്കും കേട്ടു വിളിക്കാം. വരിക, വെൽക്കം, യു ആർ ഇൻവൈറ്റഡ്, കം ടു ദ വാട്ടർ. ദാഹിക്കുന്നവൻ വരട്ടെ എന്ന് വിളിക്കാം. ഇതറിയാത്ത ആളുകൾ യേശുവേ വരട്ടെ എന്ന് വിളിക്കട്ടെ. നമുക്ക് ദാഹിക്കുന്നവരെ ഇൻവൈറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് നോട്ട് ദ ഇൻവിറ്റേഷൻ ഓഫ് ജീസസ് ടു ജീസസ് ക്രൈസ്റ്റ്, ദാറ്റ് ഈസ് ദ ഇൻവിറ്റേഷൻ ടു ദ സിന്നേഴ്സ്. ദാഹിക്കുന്നവർ വരട്ടെ, ഇച്ഛിക്കുന്നവർ ജീവജലം സൗജന്യമായി വാങ്ങിക്കുടിക്കട്ടെ. ഈ മനോഹരമായ ഇൻവിറ്റേഷനോടുകൂടെയാണ് നമ്മുടെ വിശുദ്ധ ബൈബിൾ സമാപിക്കുന്നത്. വാട്ട് എ ഗ്ലോറിയസ് എൻഡ്. Amen. It's not end with the white throne judgment. It's not end with the lake of fire. It's not end with the Gehenna. It's not end with some destruction. It's not end with third world war. It is end with the everlasting gospel. Idine avasana illa. That means the earth will not end. The world will not end. It will be forever and ever and ever and ever. ഇത് എന്നേക്കുമായിട്ട് തുടരാൻ പോവുകയാണ്. No end. കാരണം already the New Jerusalem is on this earth. The New Jerusalem is the church of the Almighty God, the church of Jesus Christ. So let us invite the people, come and drink. This is the message. This is the gospel message. The message shows the life and immortality. ജീവന്റെയും അക്ഷയതയുടെയും സുവിശേഷം. On the days, മുമ്പോട്ട് പോകുന്ന കാലഘട്ടത്തിൽ ഞാൻ അതിനകത്ത് ഒരു കുഞ്ഞു പദം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. നിങ്ങളുടെ ഓർമ്മയ്ക്ക്, നിങ്ങളുടെ പ്രചോദനത്തിന് വേണ്ടി മാത്രം. നമ്മുടെ ബൈബിളിൽ ഒരു വാക്യം, 21 അധ്യായത്തിന് 5-ാം വാക്യം. And one seated on the throne said, Behold, I am making all things new. I am making all things new. ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. പക്ഷെ അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഇങ്ങനെയാണോ? ഞാനിത് പറയാൻ പോയതിൻ്റെ വാച്ച്, ഇംഗ്ലീഷിൽ അതിൻ്റെ ഒറിജിനൽ ഗ്രീക്കിൽ ഇങ്ങനെയാണ് വാച്ച്, ബിഹോൾഡ്, the active process of the new creation. Behold, active process of the new creation. പുതു സൃഷ്ടിയുടെ ആക്റ്റീവ് പ്രോസസ് നോക്കുവിൻ എന്ന് പറഞ്ഞാൽ പുതു സൃഷ്ടിയുടെ വർക്ക് ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. 21-ാം അധ്യായത്തിൽ ഇതാ ഞാൻ സകലം പുതുതാക്കുന്നു എന്നതിന്റെ അർത്ഥം ആരംഭിച്ചിരിക്കുന്നു. What a wonderful it is. The active process of the new covenant, new creation. സകലതും റീക്രിയേറ്റ് ചെയ്യുന്ന, പുതു സൃഷ്ടിയാക്കി മാറ്റുന്ന പ്രവൃത്തി ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ സകലത്തെയും റെസ്റ്റോർ ചെയ്യുന്ന ബട്ടൺ അമർത്തിയിരിക്കുന്നു. Glory. What is going to happen to the end? The end, the church is going to proclaim immortality. കുറിച്ച് വെച്ചോ, immortality, the life and immortality. Church is going to present the world deathless life, മരണമില്ലാത്ത അമർത്യതയെ ചലഞ്ച് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി ചർച്ച് മാറും. മരണം, അക്ഷരിക മരണം പോലും വഴിമാറുന്നത് പോലെ ചർച്ച് പുതുക്കപ്പെടുന്നത് കമ്മിങ് ഫ്യൂച്ചർ നിങ്ങൾ കാണാൻ പോവുക. We are not expecting the death. We are not expecting the second coming of Jesus Christ. We are not expecting the third world war. We are not expecting Antichrist. We are expecting the life, the gospel of life and immortality. Immortality. ദൈവം അനുഗ്രഹിക്കട്ടെ.
സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഈ ഞായറാഴ്ച സഭായോഗങ്ങളില്ല, കൂട്ടായ്മകൾ നമുക്കില്ല. പക്ഷേ ഇത്രയും പേരെ ശുശ്രൂഷിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. താങ്ക് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് നല്ല ഉറപ്പുണ്ട്, എൻ്റെ പ്രയത്നം വൃഥാവല്ല. കർത്താവ് എനിക്ക് നൽകി, ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. സൗജന്യമായി നൽകി, സൗജന്യമായി വിലമതിക്കാനാകാത്ത ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ കാതുകളിലെത്തിയിരിക്കുക. നിർബന്ധമായും നിങ്ങളിത് പഠിക്കുകയും പിന്തുടരുകയും ചെയ്യുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെ. നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയുന്നത്, യു ക്യാൻ ബി എ പാർട്ട് ഓഫ് അവർ മിനിസ്ട്രി, യു ക്യാൻ ഷെയർ അവർ മെസ്സേജ് ആൻഡ് യു ക്യാൻ ഹോണർ ദ മിനിസ്ട്രി. നമ്മുടെ മിനിസ്ട്രിയെ നിങ്ങൾക്ക് ഹോണർ ചെയ്യാൻ പറ്റും. യു ക്യാൻ ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ വേരിയസ് മാനർ. നിങ്ങൾക്ക് ഏതൊക്കെ നിലയിൽ ഇതിൻ്റെ പങ്കാളികളാകാൻ പറ്റുമോ നിലയിലൊക്കെ നിങ്ങൾക്ക് ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയുടെ പങ്കാളികളായി തുടരാൻ സർവ്വവല്ലഭനായ ദൈവം നിങ്ങൾക്ക് ഏവർക്കും കൃപ തരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോകം എമ്പാടും ഇത് കേൾക്കുന്ന സകലരെയും സർവശക്തിയുള്ള ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് ഇത് ഇത്രയും സന്ദേശങ്ങൾ, അല്ലെങ്കിൽ ഈ 10 ദിവസത്തെ, അല്ലെങ്കിൽ ഈ 10 ഹെലിനെ കുറിച്ചുള്ള നമ്മുടെ ആദ്യത്തെ പഠന സീരീസ് ആയത്, ഈ 10 ദിവസം കൊണ്ട് എന്തെങ്കിലും ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രയത്നം സഫലമായി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Hallelujah. May the Lord richly bless you. Let us preach the kingdom of God again, the message of life and immortality. എപ്പോൾ ചർച്ച എടുക്കപ്പെടും? ചർച്ച് എടുക്കപ്പെടില്ല. ചർച്ച് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ എവർ ആൻഡ് എവർ ആൻഡ് എവർ. തലമുറകൾ മാറും, സിംഹാസനങ്ങൾ മാറും, രാജ്യങ്ങൾ മാറും, രാജാക്കന്മാർ മാറും, സംസ്കാരം മാറും, ഭൂമി മൊത്തം മാറും. The New Jerusalem will never be moved. It will be forever and ever and ever and ever. Hallelujah. Amen. May the Lord richly bless you. ഞാൻ കൂടുതൽ പറയുന്നില്ല, ഇതിനകത്ത് ജോയിൻ ചെയ്ത എല്ലാവരോടും പ്രത്യേകം വണ്ടർഫുൾ ടൈം. ഓക്കെ. താങ്ക് യു തോംസ് ചാൻ, തോംസൺ ബാസ്റ്റിൻ, ജിജി ചാൻ, താങ്ക് യു ചാ ഇതിനകത്ത് ജോയിൻ ആയതിൽ. മിനി റെജി, ഗ്ലോറി ടു ഗോഡ്, ഓൾ പ്രൈസസ് ടു ഓൾ, ആമേൻ. താങ്ക് യു ബിജു, ബിനു ബ്രദർ, താങ്ക് യു ഫോർ ജോയിനിങ്. സ്മിത, Mobin brother, thank you. Robin Joseph, Anil Anthony, no more shop in Trivandrum city. What happened? What happened, Anil Anthony? No more shop in Trivandrum city. We the redeemed has to upgrade the reconciled society in redemption. For it is the goodness and kindness of the Lord will lead many into repentance. The glorious gospel. Amen. Thank you, Jerija. Praise the Lord. Alvin Jacob, Nikhil Singh, 1 week triple lockdown. വാ, അതുകൊള്ളാലോ. തിരുവനന്തപുരത്ത് ഒരാഴ്ചത്തെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ എന്നാണ് നമ്മുടെ വാർത്താ ലേഖകൻ അനിൽ ആന്റണി പറയുന്നത്. സംഗീത സുരേഷ്, സിബിൻ ഷാജു, വിൽസൺ brother, thank you. Okay. Joshi Vogis, you are so too late. May the Lord richly bless you. Okay. So, what is the end? I want to finish now. What is the end? Not hell, not the lake of fire, but the church preaching about the life and immortality. The river of life is flowing from the throne of Christ. Is reaching to the sinners. പാപികളെ തേടി അവരിയ്ക്കുന്ന അവരുടെ കൂടാരങ്ങളിലേക്ക് ഒഴുകി ചെല്ലുന്ന ജീവജലത്തിൻ്റെ പ്രസൻറ്റേഷനാണ് വണ്ടർഫുൾ നമ്മുടെ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ആഴ്ച പുതിയ ഒരു സീരീസ് ഓഫ് സ്റ്റഡിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളെ എല്ലാവരെയും കരുണാമയൻ ആശീർവദിക്കട്ടെ. ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. നമുക്കറിയാലോ, ഇവിടെ നമ്മൾ
വി ഓൾ ആർ സ്റ്റക്ക് അപ്പ് ഹിയർ, വി കനോട്ട് ഡു എനിത്തിങ്. ഈവൻ ദ ചർച്ചീസ്, നമ്മുടെ ചർച്ച് സഭാ ഹോളുകൾ അടഞ്ഞിട്ടുണ്ടെങ്കിലും പുതിയ യെരൂശലേമിൻ്റെ വാതിലുകൾ ഒരിക്കലും അടയുന്നില്ല. ദൈവത്തിൻ്റെ കരുണയും അടയുന്നില്ല. നിങ്ങളെല്ലാവരെയും ദൈവം സൂക്ഷിക്കട്ടെ. പ്രതിസന്ധികളിലിരിക്കുന്ന ദൈവദാസന്മാരുണ്ട്, കഷ്ടതയിലിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ആത്മീയ ഭൗതികമായ ആവശ്യങ്ങളിൽ ദൈവം കരുണ ചെയ്യട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. നമുക്ക് വീണ്ടും കാണും വരെ ദൈവം കൃപയിൽ മറക്കട്ടെ. ഗുഡ് നൈറ്റ്.